അല്ലാഹു യാ അല്ലാഹ് യാ അല്ലാഹ് അല്ലാഹു യാ അല്ലാഹ് യാ അല്ലാഹ്. സുഗന്ധം നമ്മുടെ ശരീരത്തിൽ, വസ്ത്രത്തിൽ, വിരിപ്പിൽ, ഈ 3 തലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. ബെഡ്ഷീറ്റിൽ സ്പ്രേ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുത്. നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിൽ ഒരിക്കലും സുഗന്ധം ഉണ്ടാകരുത്. നാം സുഗന്ധം പൂശിക്കൂടാ. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ എവിടെയും സുഗന്ധം ഉണ്ടാകരുത്. ഇഹ്റാം ചെയ്യുമ്പോൾ ശരീരത്തിൽ തേച്ച സുഗന്ധം അതിൽ ഉൾപ്പെടില്ല. പിന്നീട് ഇഹ്റാം ചെയ്ത ശേഷം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. സോപ്പ് ഉപയോഗിക്കരുത് ഇഹ്റാമിലായിരിക്കുമ്പോൾ. നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ റിഫ്രഷിംഗ് ടിഷ്യൂ, അതിൽ നമുക്ക് സുഗന്ധം ഉണ്ടാകും, ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ എയർ ഫ്രഷർ റൂമിൽ അടിക്കുമ്പോൾ അത് സുഗന്ധമാണ്. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ആധുനിക സുഗന്ധങ്ങളൊന്നും നമ്മൾ മറന്നുകൊണ്ട് പോലും ഉപയോഗിക്കരുത്. അഥവാ മറന്നു ഉപയോഗിച്ചാൽ ഫിദിയ കൊടുക്കേണ്ടതില്ലെങ്കിലും വളരെ ശ്രദ്ധിക്കണം ആ കാര്യത്തിൽ എന്നാണ് നാം ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. അപ്രകാരം തന്നെ തലയിലും താടി രോമത്തിലും എണ്ണ പൂശരുത്. 5ാമതായി പറഞ്ഞ കാര്യം, തല താടി രോമം എന്നിൽ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും എണ്ണ പൂശാൻ പാടില്ല. സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ബാധകമാണ്. തല താടി രോമം മറ്റെവിടെയും നമുക്ക് എണ്ണ തേക്കാം, സുഗന്ധം ഉണ്ടാകരുത് എന്നേ ഉള്ളൂ. ഭംഗിക്ക് വേണ്ടി സുറുമയിടൽ പോലും കറാഹത്താണ്. മറ്റൊന്ന് നാം പറഞ്ഞത് 6ാമത്തേത് മുടി മുറിക്കലാണ്. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ശരി, ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ നിന്നും ഒരു മുടി പോലും നമ്മുടെ പ്രവർത്തനം മൂലം പോകാൻ പാടില്ല. നമ്മൾ അറിയാതെ പോയിക്കൊള്ളട്ടെ. കിടന്നുറങ്ങുമ്പോൾ എഴുന്നേറ്റതിന് ശേഷം തലയിണിൽ ധാരാളമായി മുടി കാണുന്നു, നമ്മുടേതാണെന്ന് ഉറപ്പുണ്ട്. പക്ഷേ നമ്മുടെ പ്രവർത്തന ഫലമായിട്ടല്ലല്ലോ പോയത്, അതുകൊണ്ട് അതിന് ഫിദിയ കൊടുക്കേണ്ടതില്ല. നാം അറിയാതെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മുടി പോകുന്നത് പ്രശ്നമാക്കേണ്ടതില്ല. മറിച്ച് നാം ബോധപൂർവം ഒരു മുടി ചൊറിഞ്ഞിട്ടോ പറിച്ചിട്ടോ ഏതെങ്കിലും രീതിയിൽ നമ്മൾ നീക്കിയാൽ, ഒരു മുടി പറഞ്ഞാൽ 1 മുദ്ദ് ധാന്യം ധർമ്മം കൊടുക്കണം. 800 മില്ലി ഒരു മുദ്ദ് ധാന്യം. 2 മുടി പറഞ്ഞാൽ 2 മുദ്ദ് ധാന്യം. 3 മുടിയോ അതിൽ കൂടുതലോ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് നിന്ന് നമുക്ക് നീക്കൽ വന്നാൽ, നമ്മുടെ പ്രവർത്തന ഫലമായി നീങ്ങിയാൽ, ഒരാടിനെ അറുത്ത് ധർമ്മം കൊടുക്കണം. അതാണ് ഫിദിയ കൊടുക്കേണ്ട രീതി. അപ്രകാരം തന്നെ മറ്റൊന്ന് നഖം. നഖവും ഇതുപോലെ തന്നെ. നഖം നാം നീക്കാൻ പാടില്ല. ഇഹ്റാമിലായിരിക്കെ 1 നഖം മുറിച്ചാൽ 1 മുദ്ദ് ധാന്യം ധർമ്മം കൊടുക്കണം. 2 നഖം മുറിച്ചാൽ 2 മുദ്ദ് ധാന്യം ധർമ്മം കൊടുക്കണം. 1 മുദ്ദ് 800 മില്ലി. 3 അതിൽ കൂടുതലോ നഖം മുറിച്ചാൽ ഒരാടിനെ അറുത്ത് കൊടുക്കേണ്ടി വരും. ഇത് നമ്മുടെ പ്രവർത്തന ഫലമായി സംഭവിച്ചാൽ. എന്നാൽ ഈ മുടി നഖം എന്ന് പറഞ്ഞതിൽ കണ്ണിൽ ഒരു മുടി കുത്തി നിന്ന് കണ്ണ് തുറക്കാൻ പ്രയാസമായി, അത് നമുക്ക് എടുത്തിടാം, ഫിദിയ കൊടുക്കേണ്ടതില്ല. ഒരു നഖം പൊട്ടി നിൽക്കുന്നു, ശരീരത്തിൽ തട്ടുമ്പോൾ രക്തം പൊടിയുന്നു, വളരെ പ്രയാസമായി, ആ ലറൂറത്തിന്റെ ബുദ്ധിമുട്ടിന്റെ ഘട്ടത്തിൽ അത് മാത്രം പറിച്ചിടാം, അതിന് ഫിദിയ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ ഇഹ്റാമിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം 8ാമത്തേതാണ് നിക്കാഹ് ബന്ധം. വരനോ വധുവോ വലിയോ 3ൽ ഏതെങ്കിലും ഒരാൾ ഇഹ്റാമിലായിരിക്കുമ്പോൾ, അത് ഹജ്ജിന്റെ ഇഹ്റാം ആവട്ടെ ഉംറയുടെ ഇഹ്റാം ആവട്ടെ, ഇഹ്റാമിലായിരിക്കുമ്പോൾ നിക്കാഹ് ബന്ധം പാടില്ല. അഥവാ നിക്കാഹ് ചെയ്താൽ അതിന് ഫിദിയ ഇല്ലെങ്കിലും ആ നിക്കാഹ് സ്ഥിരപ്പെടുകയില്ല, നിക്കാഹ് ദുർബലമാണ്. അപ്രകാരം തന്നെ വേട്ടമൃഗങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല. വേട്ടമൃഗങ്ങൾ എന്നതുകൊണ്ടുള്ള വിവക്ഷ കരയിൽ ജീവിക്കുന്നത്, കടൽ ജീവികളല്ല, കരയിൽ ജീവിക്കുന്ന മെരുങ്ങാത്ത ഭക്ഷ്യയോഗ്യമായ ജീവികൾ. ഇതാണ് സാധാരണ മെരുങ്ങാത്ത ഭക്ഷിക്കാവുന്ന ജീവികൾ. ഈ ജീവികളെയാണ് ഇവിടെ ഉദ്ദേശം. പ്രാവ്, വെട്ടുകിളി, കാടപ്പക്ഷി, അതുപോലെ മുയല്, മാൻ പോലുള്ള സാധനങ്ങൾ. ഇത് നാം സാധാരണഗതിയിൽ അവയെ വേട്ടയാടുന്ന ഒരു പ്രവർത്തനം ഇന്ന് നടപ്പില്ലെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വശമുണ്ട്. ഏതെങ്കിലും ഒരാൾ ഇഹ്റാം ചെയ്യുമ്പോൾ അയാളുടെ ഉടമാവകാശത്തിൽ വീട്ടിൽ ഇത്തരം ജീവികളെ വളർത്തുന്നുവെങ്കിൽ ആ ജീവികൾക്ക് വല്ലതും സംഭവിച്ചു പോയാൽ അയാൾ ഉത്തരവാദിയാണ്. അതുകൊണ്ട് ഇഹ്റാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നയാൾ തന്റെ ഉടമസ്ഥാവകാശത്തിൽ നിന്നും ഇതുപോലെ മുയലോ മാനോ പ്രാവോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കലാണ് നല്ലത്. അതിനെ ഒഴിവാക്കണം. അതിനെ ഒഴിവാക്കിക്കൊണ്ടാണ് അയാൾ ഇഹ്റാം ചെയ്യേണ്ടത്. ഒന്നുകിൽ മക്കൾക്ക് ദാനം കൊടുക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ, ഇഹ്റാമിന് മുമ്പ് അവയെ തന്റെ ഉടമസ്ഥതയിൽ നിന്നും പൂർണ്ണമായി നീക്കിയതിനു ശേഷം അയാൾ ഇഹ്റാം ചെയ്യുന്നതാണ് അയാൾക്ക് സുരക്ഷിതത്വം. ഈ കാര്യം വളരെ വിശദമായി മഹത്തുക്കൾ വിശദീകരിച്ച് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇഹ്റാം ചെയ്തവൻ വേട്ടജീവിയെ അറുത്താൽ അതിന് ശവത്തിന്റെ വിധിയാണ്, അത് കഴിക്കാൻ പറ്റില്ല, അതിന് ശവത്തിന്റെ വിധിയാണ്. അപ്രകാരം തന്നെ അവസാനമായി പറഞ്ഞ ഒന്നാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ. സ്ത്രീയും പുരുഷനും ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒന്നിച്ച് താമസിക്കാം, കർമ്മങ്ങൾ ചെയ്യാം, ഒന്നിച്ച് കിടന്നുറങ്ങാം. പക്ഷേ അവർ ലൈംഗികമായി ബന്ധപ്പെടാൻ പാടില്ല, അതിന്റെ ആമുഖ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഉംറ ഫസാദാകും. ഹജ്ജാണെങ്കിൽ 1ാം തഹല്ലുലിന്റെ മുമ്പാണെങ്കിൽ ഹജ്ജും ഫസാദാകും. ഹജ്ജിന് 2 തഹല്ലുലുകളുണ്ട്. അത് ഹജ്ജിന്റെ ആ പഠന ക്ലാസ്സിൽ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉംറയാണെങ്കിലും ഹജ്ജാണെങ്കിലും ഫസാദായാൽ അത് പൂർത്തിയാക്കേണ്ടി വരും.
അടുത്ത വർഷം തന്നെ ഉടനെ തന്നെ ഖലാ വീട്ടേണ്ടി വരും. ഒരു ഒട്ടകത്തെ അറുത്ത് ധർമ്മം കൊടുക്കുകയും ചെയ്യേണ്ടി വരും. ഒട്ടകമില്ലെങ്കിൽ ഒരു പശു, അതല്ലെങ്കിൽ 7 ആട്. ഇനി അതിനും കഴിയില്ലെങ്കിൽ ഒട്ടകത്തിന്റെ വിലക്ക് ധാന്യം വാങ്ങി ധർമ്മം ചെയ്യണം. അതിനും കഴിയില്ലെങ്കിലോ ഒരു ഒട്ടകത്തിന്റെ വില എത്രയാണെന്ന് നോക്കി അതിനെത്ര ധാന്യം കിട്ടുമെന്ന് പരിശോധിച്ച് ആ ധാന്യങ്ങളെ മുദ്ദുകളാക്കിയാൽ എത്ര മുദ്ദുണ്ടാകും, എത്ര 800 മില്ലി ലിറ്ററുകൾ അതുണ്ടാകും. അത്ര എണ്ണത്തിന് നോമ്പ് നോറ്റിട്ടെങ്കിലും ആ കടം വീട്ടേണ്ടി വരും. ഉദഹിയത്തിന് പറ്റുന്ന 5 വയസ്സുള്ള ഒരു ഒട്ടകത്തെയാണ് അറുത്ത് കൊടുക്കേണ്ടത്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇത് പ്രത്യേകം ഞാൻ എടുത്തു പറയാൻ കാരണം ഇന്ന് സംഭവിക്കുന്ന ഒരു പ്രത്യേകത, നാട്ടിൽ നിന്ന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത സ്ത്രീകൾ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങും. അവരുടെ ഭർത്താക്കന്മാർ ജിദ്ദ എയർപോർട്ടിൽ അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി സന്നിഹിതരായിരിക്കും. ഈ സ്ത്രീ ഇഹ്റാമിലാണ് ചെന്നിറങ്ങുന്നത്. ഭർത്താവും ഇവളും തമ്മിൽ വളരെ കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ ഭർത്താവ് അവളെ സ്വീകരിച്ച് റൂമിൽ കൊണ്ടുപോയി ഒരു ദിവസം താമസിച്ചതിന് ശേഷം ആണ് പിന്നെ ഉംറയ്ക്ക് മക്കയിലേക്ക് പോകുന്നതെങ്കിൽ ഇഹ്റാമിലായിരിക്കുന്ന ഈ സ്ത്രീയുമായി അയാൾ ലൈംഗികമായി ബന്ധപ്പെട്ടാൽ സ്വാഭാവികമായും ഈ ഫിദിയ കൊടുക്കേണ്ടി വരും. ഇവിടെ ഫിദിയ കൊടുക്കേണ്ട പ്രത്യേകമായ കാര്യം മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. സ്ത്രീയും പുരുഷനും ഇഹ്റാമിലാണെങ്കിൽ ഫിദിയ കൊടുക്കേണ്ടത് പുരുഷനാണ്, സ്ത്രീ കൊടുക്കേണ്ടതില്ല. അതേസമയത്ത് ഭർത്താവ് ഇഹ്റാമിലല്ലെങ്കിൽ സ്ത്രീ ഫിദിയ കൊടുക്കേണ്ടി വരും. വ്യഭിചാരമാണ് നടന്നെങ്കിൽ 2 കൂട്ടരും ഫിദിയ കൊടുക്കേണ്ടി വരും. കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ മസ്അലയുടെ രൂപം പറഞ്ഞു എന്ന് മാത്രം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ സ്ത്രീകൾ എയർപോർട്ടിൽ വന്നിറങ്ങിയാൽ നേരെ അവരെ കൊണ്ടുപോയി തവാഫും സഅയും ചെയ്യിച്ച് മുടി മുറിച്ചതിന് ശേഷം അവർ ഒരുമിച്ച് താമസിക്കുന്നതാണല്ലോ ഗുണകരം. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം സാധാരണ സംഭവിക്കുന്ന അല്ലെങ്കിലും പലപ്പോഴും സൗദിയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളോട് ഇത്തരം അനുഭവമുള്ള ചെറുപ്പക്കാർ വന്നുകൊണ്ട് ഇങ്ങനെ ഇഹ്റാമിലായിരിക്കുന്ന സ്ത്രീയെ എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ച് റൂമിൽ കൊണ്ടുപോയി അവർ ഒരുമിച്ച് താമസിച്ചാൽ സംഭവിച്ചേക്കാവുന്നത് സംഭവിച്ചതിന് ശേഷം അവർ നമ്മളോട് വന്ന് പറയുമ്പോൾ ഇങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറയുമ്പോൾ അതിന് ഇന്ന പരിഹാരം വേണം, തെറ്റ് ചെയ്താൽ ഇഹ്റാമിൽ തെറ്റ് ചെയ്തതിന് ഇന്ന ഫിദിയ കൊടുക്കണമെന്ന് വിശദീകരിച്ച് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അവർ പറയും എങ്കിൽ ആ ഇഹ്റാം ക്യാൻസൽ ചെയ്തിട്ട് തന്നീമിൽ പോയി വേറൊരു ഇഹ്റാം ചെയ്ത് ഉംറ ചെയ്താൽ പോരെ എന്ന് ലാഘവ ബുദ്ധിയോടെ ചോദിക്കുന്ന പലരുമുണ്ട്. ചെയ്ത തെറ്റിന്റെ ഫിദിയ കൊടുത്തതിന് ശേഷമാണ് മറ്റൊരു ആരാധനയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ആ കാര്യത്തിന്റെ ഗൗരവം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഉൾക്കൊള്ളും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കാര്യം ഇവിടെ സൂചിപ്പിച്ചത്. ഇനി അഥവാ ഈ 10 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ കയ്യിൽ അബദ്ധവശാൽ സംഭവിച്ചു പോയാൽ അതിൽ 10ാമത്തേതിന്റെ വിശദീകരണം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയുള്ളത് മറന്നു ചെയ്താൽ ഒരു കുഴപ്പവുമില്ലാത്തവയുണ്ട്. ഉദാഹരണം, വസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക, എണ്ണയിടുക. ഈ കാര്യങ്ങൾ അഥവാ മറന്നു ചെയ്താൽ ഉടനെ അതിൽ നിന്ന് ഒഴിവായാൽ മതി. ഇനി ബോധപൂർവമാണ് ചെയ്തതെങ്കിൽ ഒരാടിനെ അറുത്ത് ധർമ്മം ചെയ്യേണ്ടി വരും. ആ ആടിനറുത്ത് ധർമ്മം ചെയ്യാൻ കഴിയുമെങ്കിൽ പോലും അയാൾ അത് ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ 1/2 സ്വാഴ് വീതം അഥവാ 1/2 സ്വാഴ് ധാന്യം 6 പേർക്ക് ധർമ്മം ചെയ്യുക. 1/2 സ്വാഴ് എന്ന് പറയുമ്പോൾ 7.5 കിലോ അരി വാങ്ങിയിട്ട് 6 പേർക്ക് തുല്യമായി വീതിച്ചു കൊടുക്കുക. ഇനി അതിനും അയാൾക്ക് താല്പര്യമില്ലെങ്കിൽ അയാൾ 3 നോമ്പ് നോറ്റാൽ മതി. സൗകര്യം പോലെ ചെയ്യാം. ആ ധാന്യം ധർമ്മം ചെയ്യുന്നതും ആടിനറുത്ത് കൊടുക്കുന്നതുമാണെങ്കിൽ അത് ഹറമിൽ വെച്ച് ചെയ്യണം. നോമ്പാണെങ്കിൽ അവന്റെ സൗകര്യം പോലെ അവനക്ക് ചെയ്യാവുന്നതാണ്. അവൻ സൗകര്യപ്പെടുന്ന സ്ഥലത്ത് വെച്ച് നോറ്റ് 3 നോമ്പ് വീട്ടിയാൽ മതി. മുടി, നഖം എന്നിവ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 പറിച്ചാൽ 1 മുദ്ദ്, 2 പറിച്ചാൽ 2 മുദ്ദ്, 3 ഒരാട്. ആടിനറുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ നേരത്തെ പറഞ്ഞ പോലെ 7 കിലോ അരി വാങ്ങി 6 സാധുക്കൾക്ക് ധർമ്മം ചെയ്യുക. അതിനും സാധിക്കില്ലെങ്കിൽ 3 നോമ്പ് നോറ്റുക. ഇതാണ് അതിന്റെ വിധി. ഇനി മുടിയും നഖവും നീക്കുന്ന സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് മറന്ന് ചെയ്താലും ഫിദിയ കൊടുക്കേണ്ടി വരും. ഒരാൾ മറന്നുകൊണ്ട് മുടി മുറിച്ചതാണ്, ഒരിക്കലും അവൻ അതിൽ നിന്ന് ഒഴിവാകുന്നില്ല. അവൻ ഫിദിയ കൊടുക്കണം. ഒരു മുടി മറന്നുകൊണ്ട് പറിച്ചു, സംസാര മധ്യ വലിച്ചു പറിച്ചു, അല്ലെങ്കിൽ നഖം പൊട്ടിച്ചു, അവൻ 800 മില്ലി ലിറ്റർ ധാന്യം ധർമ്മം കൊടുക്കണം. അവിടെ ഒരിക്കലും അവൻ ഒഴിവുകഴിവ് കൊടുക്കുന്നില്ല. അതേസമയത്ത് വസ്ത്രം ധരിച്ചത് മറന്നാണ്, പ്രശ്നമില്ല. സുഗന്ധം പൂശിയത് മറന്നാണ്, അത് കഴുകിക്കളഞ്ഞാൽ മതി. അവൻ ഉടുത്ത വസ്ത്രം ഒഴിവാക്കിയിട്ട് ഇഹ്റാമിന്റെ ഡ്രസ്സ് ധരിച്ചാൽ മതി. ഇനി ഒരാൾ ഈ ഡ്രസ്സ് ധരിക്കുക എന്ന വിഷയത്തിൽ കുപ്പായം ധരിച്ചു, തലപ്പാവും വെച്ചു, ശരീരവും മറച്ചു, അതുപോലെ തന്നെ തലയും, രണ്ടും ചെയ്താലും അതിന് ഒരു ഫിദിയ മതി. ഒരേ സമയത്ത് അവൻ രണ്ടും ചെയ്തുവെങ്കിൽ പോലും ഒരേ സമയത്താണെങ്കിൽ, വ്യത്യസ്ത സമയങ്ങളിലാണെങ്കിൽ അവൻ വേറെ വേറെ ഫിദിയ കൊടുക്കേണ്ടി വരും. ക്ലാസ്സിലുള്ളവർ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങൾ 3 രീതിയിലാണ്. ഒന്ന്, അത് ചെയ്താൽ ഉംറ ഫസാദാക്കുന്നത്, അതാണ് നേരത്തെ സൂചിപ്പിച്ച ലൈംഗിക ബന്ധം. മറ്റൊന്ന്, മറന്നു ചെയ്താൽ പ്രശ്നമില്ലാത്തത്, അതാണ് വസ്ത്രം ധരിക്കൽ, സുഗന്ധം പൂശൽ. അപ്രകാരം തന്നെ നമ്മൾ സൗകര്യപ്രദമായി ചെയ്യുന്ന പ്രവർത്തനം അഥവാ തനഉം എന്നാണ് അതിന് പറയുക. ഒന്ന് ഇത്ലാഫ്, ഒന്ന് തനഉം. വസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക, എണ്ണ പുരട്ടുക. ഈ കാര്യങ്ങൾ മറന്നു ചെയ്താൽ ഉടനെ അതിൽ നിന്ന് ഒഴിവായാൽ മതി. ഇത്ലാഫ് എന്ന് പറയുന്ന നശീകരണ പ്രവർത്തനം, മുടി മുറിക്കുക, നഖം മുറിക്കുക, ഇത് മറന്നു ചെയ്താലും ഫിദിയ നൽകേണ്ടതുണ്ട്. ഇത് മൂന്നായി തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ നാം ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങൾ പഠിച്ചു. നാം ഇഹ്റാമിലാണ്, നമ്മൾ വിമാനത്തിലാണ്, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് പോകുന്നവരാണെങ്കിൽ ബസ്സിലാണ്.
വിദേശത്തു നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നെല്ലാം വിമാനത്തിൽ പോകുന്നവരുമുണ്ട്. ഏത് രീതിയിലാണെങ്കിലും നമ്മളിപ്പോൾ യാത്രയിലാണ്. നമ്മുടെ ലക്ഷ്യം ജിദ്ദ എയർപോർട്ട്, അവിടെ നിന്നും പരിശുദ്ധ മക്ക. ഈ ഉംറയ്ക്ക് വേണ്ടി നമ്മൾ യാത്ര പോകുമ്പോൾ ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തെൽബിയത്ത് വർദ്ധിപ്പിച്ച് സ്വലാത്ത് ചൊല്ലി ദുആ ചൊല്ലി നമ്മളിങ്ങനെ പോകുന്നു. വിമാനയാത്ര ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പ്രായമായ സ്ത്രീകളും വൃദ്ധരുമൊക്കെ, വിമാനത്തിൽ ബാത്റൂം സൗകര്യം വളരെ ഇടുങ്ങിയതാണ്. ശ്രദ്ധിച്ച് മാത്രമേ വെള്ളം ഉപയോഗിക്കാവൂ. വെള്ളം നിലത്ത് വീണു പോയാൽ യന്ത്രസാമഗ്രികൾക്ക് തകരാറായി വിമാനം തന്നെ അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രമേ വെള്ളം ഉപയോഗിക്കാവൂ. വൃത്തി ശ്രദ്ധിക്കണം, ശുദ്ധി വേണം, ഇഹ്റാമിലാണ് എന്ന ശ്രദ്ധ വേണം. അതുപോലെ തന്നെ പല രീതിയിൽ പല കുടുംബത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഒന്നിച്ച് യാത്ര പോകുന്നൊരു സന്ദർഭത്തിൽ ഓരോരുത്തരും പ്രത്യേകം നല്ല പെരുമാറ്റം കാഴ്ചവെക്കണം. മറ്റുള്ളവർ നമ്മളെക്കുറിച്ചൊരു മോശപ്പെട്ട അഭിപ്രായം പറയുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ പെരുമാറുന്നത് പോലെ, വീട്ടിലാണെങ്കിലും നല്ല രീതിയിലാണ് പെരുമാറേണ്ടത് എങ്കിൽ പോലും നമ്മുടെ ആളുകൾക്കിടയിൽ പെരുമാറുന്നത് പോലെയല്ല, മറിച്ച് മാന്യമായ പെരുമാറ്റമായിരിക്കണം നമ്മിൽ നിന്നുണ്ടാവേണ്ടത്. മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം നമ്മളിതാ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങുന്നു. അവിടെയുള്ള നടപടിക്രമങ്ങളൊക്കെ അച്ചടക്കത്തോടെ പാലിക്കണം. ഉത്തരവാദപ്പെട്ട രേഖകളൊക്കെ സമർപ്പിച്ച് നമ്മൾ ഏത് എയർപോർട്ടിൽ നിന്നാണോ യാത്ര തുടങ്ങിയത് അവിടെ കൊടുത്ത നമ്മുടെ വലിയ ബാഗ് നമ്മൾ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നമുക്കിത് ലഭ്യമാകും. അത് കസ്റ്റംസ് പരിശോധനയ്ക്ക് വിധേയമാക്കി അല്ലെങ്കിൽ സ്ക്രീനിങ് ടെസ്റ്റിന് വിധേയമാക്കി നമ്മൾ എന്തെങ്കിലും അതിലുണ്ടെങ്കിൽ അത് പ്രത്യേകം എടുത്ത് കാണിച്ചു കൊടുത്ത്, ആരെങ്കിലും നമ്മളെ തന്നേൽപ്പിക്കുന്ന സാധനം കൊണ്ടുപോകരുത്. വല്ല മയക്കുമരുന്നോ അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ലാത്ത സാധന സാമഗ്രികളോ ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് നമ്മുടെ യാത്ര മുടങ്ങുമെന്ന് മാത്രമല്ല നമ്മൾ ശിക്ഷിക്കപ്പെടും. ഉംറക്കാരനാണ് എന്ന പരിഗണനയൊന്നും അക്കാര്യത്തിൽ ആ ഗവൺമെൻറ് കാണിക്കില്ല. അത് അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ ഭാഗവും നാം പാലിക്കേണ്ട അടിയന്തര നിയമവുമാണ്. ഇക്കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളവിടെ ഇറങ്ങി ലഗേജ് പരിശോധന കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. നമ്മുടെ വിസ അടിച്ച പാസ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. അത് ബന്ധപ്പെട്ട നമ്മുടെ കമ്പനി ഏതാണോ അവർ വാങ്ങും. ഉംറക്കാകുമ്പോൾ അവരത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ അവരുടെ ബസ്സിൽ കയറ്റും. ആ ബസ്സിൽ കയറ്റി അവർ നേരെ നമ്മളെ മക്കയിൽ അവരുടെ ഓഫീസിലെത്തിക്കും. അവിടെ നമ്മുടെ പാസ്പോർട്ട് കൊടുക്കും, നമ്മുടെ റൂമിൽ നമ്മളെ എത്തിക്കും. അതിനുശേഷം പിന്നീട് നമ്മുടെ പാസ്പോർട്ടും ടിക്കറ്റും മറ്റ് സാധനങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ നമ്മുടെ റൂമിൽ എത്തിപ്പെട്ടതിന് ശേഷം നമുക്കിനി ചെയ്യാനുള്ള കർമ്മത്തിലേക്ക് കടക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ സഹായിക്കുന്ന ആളുകൾ അവിടെ വെച്ച് ചെയ്യും. വിസ അടിച്ച് പോകുന്ന ആളുകളാണെങ്കിൽ അവരുടെ പാസ്പോർട്ട് അവർക്ക് തന്നെ കൈവശം വെക്കാം. അല്ലാത്തവർക്ക് കമ്പനി നിയമം അനുസരിച്ച് ആ പാസ്പോർട്ട് നിങ്ങളെ കൈകളിൽ എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ബന്ധപ്പെട്ടവർ പൂർത്തീകരിക്കും. നാം മക്കയിൽ നിന്നും എങ്ങനെയാണെങ്കിലും ശരി നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ടതും ചെയ്യേണ്ടതും. നമ്മളിപ്പോൾ ജിദ്ദ എയർപോർട്ടിൽ നിന്ന് പോകുന്ന സന്ദർഭത്തിൽ ഒരു നിശ്ചിത സ്ഥലത്തെത്തുമ്പോൾ റോഡിന് കുറുകെ പ്രത്യേകമായ അടയാളം കാണും. അവർ ഹറമിൻ്റെ അതിർത്തിയാണ്. നാം ഹറമിലേക്ക് പ്രവേശിക്കുന്നു. പരിശുദ്ധ ഹറമിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഭൂമിയിലെ ഏറ്റവും പുണ്യപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അപ്പോൾ നാം പ്രത്യേകം ഒരു ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഹാദാ ഹറമുക വ അംനുക ഫഹരിംനി അലന്നാർ വ ആമിന്നി മിൻ അദാബിക യൗമ തബ്അതു ഇബാദക വജഅൽനി മിൻ ഔലിയാഇക വ അഹ്ലി തുആതിക വഫിഖ്നി ലിൽ അമലി തുആതിക വഅംനുൻ അലയ്യ ബിഖളാഇ മനാസികിക വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. മനാസിക്കിൽ നോക്കി അതിൻ്റെ അർത്ഥങ്ങളും മറ്റും മനസ്സിലാക്കി മനസാന്നിധ്യത്തോടു കൂടി അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹറമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. മക്കയിൽ പ്രവേശിക്കാൻ കുളിക്കൽ സുന്നത്തുണ്ട്, ഹജ്ജിനാണെങ്കിലും ഉംറക്കാണെങ്കിലും അല്ലെങ്കിലും. പക്ഷേ നമുക്കത് സാധ്യമല്ല. മദീനത്തുൽ ഹുജ്ജാജിൽ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് ഉംറക്ക് പോകുമ്പോഴോ ഹജ്ജിന് പോകുമ്പോഴോ അതിന് സാധ്യമായെന്ന് വരില്ല. മക്കയിലെ കെട്ടിടം കാണുമ്പോൾ പ്രത്യേകം ചൊല്ലേണ്ട ദിക്റുണ്ട്. അതൊക്കെ ചൊല്ലി നമ്മൾ മക്കയിലെത്തി റൂമിലെത്തുന്നു. നമ്മുടെ റൂമിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടേതായ സൗകര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പ്രായമായവർക്കൊക്കെ വേണ്ടപ്പെട്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നമ്മുടെ കാര്യം മാത്രം നോക്കാതെ എല്ലാവരെയും പരസ്പരം സഹായിച്ച് നല്ല കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നത് മുഅ്മിനീങ്ങളുടെ ലക്ഷണമാണ്. അങ്ങനെ നമുക്ക് ലക്ഷ്യം മസ്ജിദുൽ ഹറാമാണ്. ദീർഘയാത്ര കഴിഞ്ഞ് വരുന്നു, അസ്വസ്ഥത പ്രകടിപ്പിക്കരുത്. ഇഹ്റാമിലാണ്. നമ്മൾ ഓരോരുത്തരും ലഘുഭക്ഷണം കഴിച്ച് വുളൂ ചെയ്ത് നമുക്ക് അടുത്ത കർമ്മം തവാഫാണ്. ഉംറ എന്നാൽ 4 കർമ്മങ്ങൾ. ഇഹ്റാം അത് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് തവാഫ് ചെയ്യണം. തവാഫ് ചെയ്യണമെങ്കിൽ പരിശുദ്ധ കഅബാലയത്തിൻ്റെ സമീപത്തേക്ക് നമ്മൾ എത്തണം. അത് മസ്ജിദുൽ ഹറാമിനുള്ളിലാണ്. അതുകൊണ്ട് മസ്ജിദുൽ ഹറാമിലേക്ക് നമുക്ക് പോകണം. നമ്മൾ താമസിക്കുന്ന റൂം എവിടെയാണെന്ന് മനസ്സിലാക്കി ആ റൂമിൻ്റെ ഫോൺ നമ്പറോ ബന്ധപ്പെട്ട രേഖകളോ ഒക്കെ കൈവശം വെച്ച് തിരിച്ചങ്ങോട്ട് എത്താവുന്ന മാർഗം എന്താണോ അത് നമ്മൾ സ്വീകരിച്ച് വുളൂ ചെയ്ത് സ്ത്രീകൾ സോക്സൊക്കെ ധരിച്ച് എല്ലാവരും സംഘമായി തന്നെ അല്ലെങ്കിൽ ഒറ്റക്കാണെങ്കിൽ എങ്ങനെ ചെയ്യുന്നവരാണെങ്കിലും ശരി നേരെ പരിശുദ്ധ മസ്ജിദുൽ ഹറാം ലക്ഷ്യമാക്കി നീങ്ങുക. മസ്ജിദുൽ ഹറാമിലേക്ക് ആദ്യം പ്രവേശിക്കേണ്ടത് ബാബു ബനി ഷൈബ എന്ന് പറയുന്ന, ഇത് ബാബു സലാം എന്ന് പറയുന്ന ഈ വാതിലിലൂടെയാണ്.
ബാബു സലാമിലൂടെ നമ്മൾ പ്രവേശിക്കുമ്പോൾ, ബാബു സലാം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിലൂടെയാണ് പ്രവേശിച്ചിരുന്നത്. അതിലൂടെ നേരെ ചെന്നാൽ മക്കാമു ഇബ്രാഹിമും കഅബത്തിന്റെ വാതിലും ഒക്കെയുള്ള ഭാഗത്തേക്കാണ് എത്തുക. നബി തങ്ങൾ സാധാരണ അതുവഴിയാണ് പ്രവേശിച്ചിരുന്നത്. നിങ്ങൾക്ക് മക്കാമു ഇബ്രാഹിം ഇതാ കാണുന്നു, പരിശുദ്ധ കഅബയുടെ വാതിൽ ഇതാ കാണുന്നു, ഈ ഭാഗത്തേക്കാണ് അതുവഴി കടന്നാൽ എത്തുക. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പേര് വരാൻ ഒരുപക്ഷേ കാരണം ബനി ശൈബ ഗോത്രക്കാർ ആ ഭാഗത്തായിരുന്നു താമസിക്കുന്നത്. ഇന്ന് സഫാ മറവയുടെ ഭാഗത്ത് ചെന്നുകൊണ്ട് ഈ വാതിലൂടെ അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയും. അങ്ങനെ പ്രവേശിക്കാൻ ചിലപ്പോൾ സാധ്യമാകാതെ വന്നാൽ ആ വാതിൽ അടച്ചിടുകയോ അവിടെ നമുക്ക് കടക്കാൻ പറ്റാത്ത പ്രതിബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സഈ ചെയ്യുന്ന സ്ഥലം മുറിച്ചു കടന്നുകൊണ്ടാണ് പോകേണ്ടത്. ഇപ്പോൾ അണ്ടർഗ്രൗണ്ടിലൂടെ പ്രത്യേകമായി സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അടക്കപ്പെട്ടാൽ മറ്റേതെങ്കിലും ഒരു വാതിലിലൂടെ നമുക്ക് കടക്കാം. അങ്ങനെ നമ്മൾ കടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഭവനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സാധാരണ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. മസ്ജിദുൽ ഹറാമിൽ കടക്കുമ്പോഴും നമ്മൾ ആ ദിക്റ് ചൊല്ലണം. സാധാരണ പള്ളിയിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ പള്ളിയിൽ പ്രവേശിച്ചാൽ 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കൽ സുന്നത്താണ്. പക്ഷേ ഇവിടെ നമ്മൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചാൽ നമുക്ക് സുന്നത്ത് സാധാരണഗതിയിൽ തഹിയ്യത്തല്ല, തവാഫാണ്. ആ തവാഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശുദ്ധ കഅബയെ സമീപിക്കണം. തഹിയ്യത്ത് തവാഫാണെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫർളായ നമസ്കാരം ഖളാ ആകുമെന്ന് ഭയപ്പെട്ടാലോ, വിത്ർ റവാത്തി പോലെ നിസ്കാരങ്ങൾ നഷ്ടപ്പെടുമെന്ന ഭീതി ഉണ്ടായാലോ, ഒരു ജമാഅത്ത് അവിടെ നടക്കുമ്പോഴോ നമ്മൾ നമസ്കാരത്തിൽ പ്രവേശിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ വമ്പിച്ച തിരക്കാണ്, തവാഫ് ചെയ്യാൻ കഴിയാത്തൊരു ഘട്ടമാണ്. അത്തരം ഘട്ടങ്ങളിൽ നമുക്ക് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാം. അല്ലാത്ത ഘട്ടങ്ങളിലൊക്കെ നമ്മൾ തഹിയ്യത്ത് തവാഫാണ് നിർവഹിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തഹിയ്യത്തിന്റെ സുന്നത്തായ തവാഫിന്റെ ആവശ്യമില്ല. നമ്മൾ ഉംറയുടെ തവാഫ് ചെയ്യാൻ പോവുകയാണ്. അത് തന്നെയാണ് നമ്മുടെ തഹിയ്യത്തും, അത് തന്നെയാണ് നമ്മുടെ ഉംറയുടെ തവാഫും. ജീവിതത്തിൽ ആദ്യമായി നമ്മൾ പരിശുദ്ധ കഅബ കാണുകയാണ്. ആ കഅബ കാണുന്ന സന്ദർഭത്തിൽ മഹാനായ അബൂബക്കർ ഷിബിലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ താരീഖിൽ കാണാം, ബഹുമാനപ്പെട്ടവർ കഅബ കണ്ടപ്പോൾ ബോധരഹിതനായി വീണുപോയി. അള്ളാഹുവിന്റെ പരിശുദ്ധ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകം വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹീം വമൻ ദഖലഹു കാന ആമിനാ. ആ സുരക്ഷിത സ്ഥലത്തേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഇത് കാണുമ്പോൾ ഒരു മനുഷ്യൻ 5 വക്തിലും തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുന്നത് അങ്ങോട്ടാണ്. നമ്മുടെ മയ്യത്ത് നിസ്കാരത്തിൽ പോലും ആളുകൾ അങ്ങോട്ടാണ് തിരിഞ്ഞു നിൽക്കുക. നമ്മൾ അള്ളാഹുവിന്റെ പരിശുദ്ധ കഅബ കാണുമ്പോൾ മനസ്സ് ആകും. മഹാന്മാർ അത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ട് ബോധം കിട്ടുപോയ ആളുകൾ പോലുമുണ്ട്. ചരിത്രം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ കഅബ ഇങ്ങോട്ട് കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ആവേശം വരും. ഈ പരിശുദ്ധമായ കഅബ ഇതാ, ഈ പരിശുദ്ധ കഅബ നമ്മൾ നേരിട്ട് കാണാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കഅബ നമ്മൾ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് നേരിട്ട് കാണാൻ പോവുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആ കഅബ ഇങ്ങോട്ട് കാണുമ്പോൾ അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വ തഅലീമൻ വ തക്രീമൻ വ മഹാബതൻ വ സിദ് മൻ ശറഫഹു വ അല്ലമഹു മിമ്മൻ ഹജ്ജഹു വ ഉതമറഹു തശ്രീഫൻ വ തക്രീമൻ വ തഅലീമൻ വ ബിറാ. അല്ലാഹുമ്മ അൻത സലാം വ മിൻക സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. ഈ ദിക്ർ ചൊല്ലുക. ഈ ദിക്ർ ചൊല്ലി കഅബത്തിന്റെ സമീപത്ത് നമ്മൾ എത്തുമ്പോൾ വിശുദ്ധ കഅബയുടെ ചരിത്രമൊക്കെ നമ്മളിന്ന് പഠിച്ചിരിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ഹജ്ജിന്റെ കേസറ്റിൽ വളരെ വിശദമായി പരിശുദ്ധ കഅബയുടെ ലഘു ചരിത്രമുണ്ട്. ഹജ്ജ് എന്ന നമ്മുടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലും വളരെ വിശദമായി പരിശുദ്ധ കഅബയുടെയും ഹജറുൽ അസ്വദിന്റെയും മഖാം ഇബ്രാഹിമിന്റെയും ആ പരിസരത്തിന്റെയും എല്ലാം ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവുന്നത്ര കാര്യങ്ങൾ പഠിച്ചു പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ മനസാന്നിധ്യവും തഖ്വയും കൂടാൻ ഏറ്റവും ഉപകരിക്കുമെന്ന കാര്യം എൻ്റെ പ്രിയപ്പെട്ട ഉംറക്ക് പോകുന്ന ആളുകളെ ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മൾ പരിശുദ്ധ കഅബയെ കാണുന്നു. ഇന്നത്തെ കഅബക്ക് 12 മീറ്റർ നീളമുണ്ട്, 10 മീറ്റർ വീതി, അതുപോലെ തന്നെ 15 മീറ്റർ ഉയരം നിങ്ങൾക്ക് കാണാവുന്നതാണ്. കഅബയുടെ കിഴക്ക് നോക്കൂ, ഒരു വാതിൽ, ഇത് കിഴക്ക് വശത്താണ്. 2 മീറ്റർ ഉയരത്തിലാണ് ഈ വാതിൽ വെച്ചിരിക്കുന്നത്. അതുപോലെ കഅബ താഴ്ന്ന സ്ഥലത്തായതുകൊണ്ട് വെള്ളം ഉള്ളിലേക്ക് കയറാതിരിക്കാനുള്ള സൗകര്യം. അതുപോലെ തന്നെ തെക്ക് കിഴക്കേ മൂലയിൽ 1.5 മീറ്റർ ഉയരത്തിൽ പരിശുദ്ധമായ നാം ആഗ്രഹിക്കുന്ന മുത്താൻ ആഗ്രഹിക്കുന്ന ഹജറുൽ അസ്വദ് സ്ഥിതി ചെയ്യുന്നു. നോക്കൂ, ഹജറുൽ അസ്വദ് നിലകൊള്ളുന്നു. ഇതാണ് ഹജറുൽ അസ്വദ്. വടക്ക് കിഴക്കേ മൂലക്ക് റുക്നുൽ ഇറാഖി എന്ന് പറയും, വടക്ക് പടിഞ്ഞാറേ മൂലക്ക് റുക്നു ഷാമി എന്ന് പറയും, തെക്ക് പടിഞ്ഞാറേ മൂലക്ക് റുക്നുൽ യമാനി എന്ന് പറയും. ഈ റുക്നുൽ യമാനി പ്രത്യേകം ശ്രദ്ധിക്കണം, തവാഫിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു മൂലയാണിത്. അതുപോലെ തന്നെ വാതിലിന്റെ കിഴക്ക് വശത്ത് ഇതാണ് മഖാം ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിക്കുമ്പോൾ കയറി നിന്നിരുന്ന ഒരു കല്ലാണിത്. ഈ കല്ല് യാഖൂത്തത്തും മിൻ യവാഖിത്തിൽ ജന്ന എന്ന് പറഞ്ഞ സ്വർഗത്തിൽ നിന്നുള്ള രക്തമാണെന്ന് ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, കഅബത്തിന്റെ തറ ഒരു മുഴത്തിന്റെ 2/3 ഭാഗം ഒഴിച്ചിട്ട് ബാക്കിയാണ് പടവ് നടത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ബേസ്മെന്റ് എന്ന് പറയുന്ന പോലെ, പാതകം എന്നൊക്കെ പറയും. ഇതാണ് ഷാദർവാൻ. ഹജറുൽ അസ്വദിനും വാതിലിനും ഇടക്കുള്ള ഈ പ്രദേശം, വാതിലിന്റെ തുടക്കം മുതൽ ഹജറുൽ അസ്വദ് വരെ, ഇതാണ് മുൽത്തസം. എപ്പോഴും ആളുകൾ ഇവിടെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുണ്ടാവും. കാരണം അവിടെ വെച്ചുകൊണ്ട് നമ്മൾ കവിളൊട്ടിച്ച് പടച്ചറബിനോട് കരഞ്ഞ് ദുആ ചെയ്താൽ തീർച്ചയായും പടച്ചറബ് സ്വീകരിക്കുമെന്ന് ഹദീസിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 35 വയസ്സ് പ്രായമുള്ളപ്പോൾ ഖുറൈശികൾ പരിശുദ്ധമായ കഅബ പുതുക്കി പണിതു.
പരിശുദ്ധമായ കഅബ പുതുക്കിപ്പണിതപ്പോൾ അവർക്ക് ഹലാലായ പണം ലഭ്യമല്ലാത്തതുകൊണ്ട്, അഥവാ ഹലാലായ പണം പൂർണ്ണമായി കഅബ നിർമ്മിക്കാൻ തികയാതെ വന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ 6 മുഴം അവർ ഒഴിവാക്കിയിട്ടു. നോക്കൂ, ഈ കാണുന്നതാണ് 6 മുഴം. ഇതിന് ഹിജ്ർ ഇസ്മായിൽ എന്നാണ് പറയുന്നത്. അവിടെ ഇന്ന് വൃത്തത്തിൽ ഒരു അരച്ചുമർ കെട്ടി വേർതിരിച്ചിരിക്കുന്നു. ഇത് ഹിജ്ർ ഇസ്മായിൽ. ഈ സ്ഥലം കഅബയുടെ അകം പോലെയാണ്, അഥവാ അകം തന്നെയാണ്. ഇതിന്റെ ഉള്ളിൽ പ്രവേശിച്ചാൽ കഅബയിൽ പ്രവേശിച്ചതുപോലെയാണ്. കാരണം പഴയ കാലഘട്ടത്തിൽ ഇത് കഅബയുടെ അകമായിരുന്നു. നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 35 വയസ്സുള്ളപ്പോൾ ഖുറൈശികൾ നിർമ്മിച്ചപ്പോൾ ഈ ഭാഗം ഒഴിവാക്കി. അതിന്റെ സാഹചര്യം പണം തികയാത്തത് കൊണ്ടാണ്. ഹിജ്റ 64 അധികാരത്തിൽ വന്ന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവിയിൽ നിന്നും വ്യക്തമായ ഹദീസ് കേട്ട സാഹചര്യത്തിൽ അദ്ദേഹം ഇത് കഅബയോട് ചേർത്ത് കഅബ പൂർണ്ണമായി നിർമ്മിച്ചു. എന്നാൽ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ ഭരണകാലത്ത്, അഥവാ ഹിജ്റ 74 ഹജ്ജാജ് ബിൻ യൂസുഫ് അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി ഭരിച്ചിരുന്ന സമയത്ത് ഹജ്ജാജ് ബിൻ യൂസുഫ് ഈ 6 മുഴം വീണ്ടും പുറത്താക്കി, പഴയ പോലെയാക്കി. അതിനുശേഷം മൻസൂർ രാജാവ് അധികാരത്തിൽ വന്നപ്പോൾ വീണ്ടും ഇത് കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ച സന്ദർഭത്തിൽ അന്ന് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ബഹുമാനപ്പെട്ടവർ മദീനയിലെ ഷെയ്ഖ് മക്കത്തുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അതിനെ തടഞ്ഞു. നിങ്ങൾ ഒരിക്കലും രാജാക്കന്മാരെ കളിക്കളമാക്കരുത്, പരിശുദ്ധ കഅബയെ ഇങ്ങനെ മാറ്റി തിരുത്തിയാൽ ജനങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ആ ഗൗരവം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അത് തടഞ്ഞു. അതുകൊണ്ട് പണമുണ്ടായിട്ട് ഇന്നും അത് കഅബയിൽ കൂട്ടിച്ചേർക്കാതെ പുറത്തു നിൽക്കുന്നു. എന്തുകൊണ്ട് ഇപ്പോൾ ഹിജ്ർ ഇസ്മായിൽ കൂട്ടി കഅബയിൽ ചേർത്തുകൂടാ എന്ന ചോദ്യത്തിന് ചരിത്രം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു മറുപടിയാണിത്. ഒരു മഹാന്റെ വാക്ക് കേട്ടുകൊണ്ട് അങ്ങനെ തന്നെ അത് അവിടെ നിർത്തി. അത് ഇന്നും അങ്ങനെ തന്നെ നിലകൊള്ളുന്നു. ഈ ഹിജ്ർ ഇസ്മായിൽ അത് കഅബയുടെ ഉൾഭാഗം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ കഅബയെക്കുറിച്ചൊരു ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടി. ഒന്നുകൂടി നോക്കൂ, ഈ പരിശുദ്ധ കഅബയുടെ ഓരോ ഭാഗങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചു. ഹജറുൽ അസ്വദ്, അതുപോലെ തന്നെ റുക്നുൽ യമാനി, അതുപോലെ ഹിജ്ർ ഇസ്മായിൽ, അതുപോലെ മഖാമു ഇബ്രാഹിം, ഷാദിർവാൻ, ഇതൊക്കെ നിങ്ങൾ നോക്കൂ. ഇതൊക്കെ നോക്കി കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ചെല്ലുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഇത് ഓരോന്നും നേരിട്ട് കാണാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി നമ്മൾ തവാഫ് തുടങ്ങുകയാണ്. നമുക്ക് ഉംറ 4 കർമ്മമാണെന്ന് സൂചിപ്പിച്ചു. ഒന്ന് ഇഹ്റാം നമ്മൾ ചെയ്തു, രണ്ടാമത്തേത് തവാഫ്. നാം തവാഫ് തുടങ്ങുകയാണ്. തവാഫ് ചെയ്യണമെങ്കിൽ ഏതാനും ചില നിബന്ധനകൾ പാലിക്കണം. എന്തൊക്കെയാണ് തവാഫിന്റെ നിബന്ധനകൾ? ഒന്ന്, നിയ്യത്ത് ചെയ്യണം. നിയ്യത്ത് ഉംറക്കാരായതുകൊണ്ട് നമുക്ക് നിർബന്ധമില്ല. കാരണം നമ്മൾ ഉംറക്ക് ഇഹ്റാം ചെയ്തപ്പോൾ തന്നെ അതിൽ ഈ തവാഫ് പെട്ടതുകൊണ്ട് പ്രത്യേക നിയ്യത്ത് ചെയ്യേണ്ടതില്ല, എങ്കിലും സുന്നത്താണ്. അപ്പോൾ നിയ്യത്ത് ചെയ്യൽ ഉംറക്കാരായതുകൊണ്ട് നമുക്ക് സുന്നത്തേ ഉള്ളൂ. നിയ്യത്ത് ചെയ്തില്ലെങ്കിലും നമ്മുടെ ഉംറ ശരിയാകും, തവാഫ് ശരിയാകും. മറ്റൊന്ന്, ഔറത്ത് മറക്കുക. നിസ്കാരത്തിൽ എന്താണോ നമ്മുടെ ഔറത്ത് വിശദീകരിക്കേണ്ടതില്ലല്ലോ. നിസ്കാരത്തിൽ ഔറത്ത് മറക്കും പോലെ തവാഫിൽ ഔറത്ത് മറക്കണം. ആണിനും പെണ്ണിനും നിസ്കാരത്തിൽ എന്താണ് ഔറത്ത് എന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. മൂന്നാമത്തെ, ശുദ്ധി ഉണ്ടായിരിക്കുക. ശുദ്ധി ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ശരീരം, വസ്ത്രം, നമ്മൾ സ്പർശിച്ച സാധനങ്ങൾ, നമ്മുടെ കയ്യിൽ വെച്ച ചെരുപ്പാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ കൈവശമുള്ളതും വസ്ത്രവും നമ്മുടെ ശരീരവും നജസിൽ നിന്ന് മുക്തമാകണം. പോരാ, നമുക്ക് ഉദൂഅ് വേണം. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്ന ഉദൂഅ് വേണം. ഉദൂഅോട് കൂടിയാണ് തവാഫ് ചെയ്യേണ്ടത്. ചെരുപ്പ് കയ്യിൽ വെച്ചാൽ അതിൽ മാലിന്യം ഉണ്ടാകരുത്. അതുപോലെ തന്നെ കുട്ടികളെ കയ്യിലെടുത്തുകൊണ്ട് തവാഫ് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. കുട്ടി മൂത്രം ഒഴിച്ചിരിക്കരുത്. നജസ് ചുമന്നുകൊണ്ട് തവാഫ് ചെയ്താൽ തവാഫ് ശരിയാകുകയില്ല. അപ്പോൾ വുളൂഅ് വേണം. അപ്രകാരം തന്നെ മറ്റൊന്ന്, നാലാമത്തേത്, ഹജറുൽ അസ്വദിൽ നിന്ന് തുടങ്ങണം. നോക്കൂ, തവാഫ് തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ്, ഹജറുൽ അസ്വദിൽ നിന്ന്. അപ്രകാരം തന്നെ തവാഫ് മസ്ജിദുൽ ഹറാമിലായിരിക്കണം. അഥവാ പള്ളി, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതാണ് മസ്ജിദുൽ ഹറാം. ഇതിന്റെ ഉൾഭാഗത്തായിരിക്കണം നമ്മുടെ തവാഫ്. ഒന്നുകിൽ മത്താഫ് എന്ന് പറയുന്ന ഈ ആളുകൾ ചുറ്റുന്ന ഈ സ്ഥലത്ത്, അതല്ലെങ്കിൽ പള്ളിയുടെ ഉൾഭാഗത്ത്, അതല്ലെങ്കിൽ പള്ളിയുടെ മുകൾ ഭാഗത്ത്. പള്ളിക്ക് പുറത്തു പോയിട്ട് തവാഫ് ചെയ്താൽ ഒരിക്കലും അത് ശരിയാവില്ല. ആറാമത്തേത്, കഅബ ഇടതുവശത്താക്കണം. നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ നമ്മുടെ ഇടതുവശത്തായിരിക്കണം കഅബ. കഅബ ഇടതുവശത്താക്കിക്കൊണ്ടാണ് നമ്മൾ 7 ചുറ്റ് പൂർത്തിയാക്കേണ്ടത്. ഏഴാമത്തേത്, ശരീരം മുഴുവൻ കഅബക്ക് പുറത്താകണം. ശരീരം കഅബക്ക് പുറത്താകണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തവാഫ് ചെയ്യുമ്പോൾ ഹിജ്ർ ഇസ്മായിൽ കയറാൻ പാടില്ല. കാരണം ഹിജ്ർ ഇസ്മായിൽ കഅബയുടെ ഉൾഭാഗമാണ്. ഇവിടെ നമ്മൾ കയറിയാൽ നോക്കൂ, നമ്മൾ കഅബത്തിന്റെ ഉള്ളിൽ പോയ പോലെ ഇരിക്കും. മറ്റൊന്ന്, നാം തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷാദിർവാൻ തള്ളി നിൽക്കുന്ന ഭാഗമാണ്. അവിടെ നമ്മൾ കാല് വെക്കരുത്. കില്ലയെ നമ്മൾ പിടിച്ചുകൊണ്ട് തവാഫ് ചെയ്യരുത്. കില്ല പിടിക്കേണ്ടവർ അവിടെ നിൽക്കണം, നിന്നിട്ട് കൈയെടുത്തുകൊണ്ട് നടക്കണം. എട്ടാമത്തേത്, 7 ചുറ്റ് പൂർത്തിയാക്കൽ. 7 ചുറ്റ് പൂർത്തിയാക്കണം. ഈ 7 ചുറ്റ് ഈ നിബന്ധനകളൊത്ത് പൂർത്തിയാക്കിയാൽ ഒരു തവാഫായി. അപ്പോൾ നാം ഹജറുൽ അസ്വദ് മനസ്സിലാക്കുന്നതിന് വേണ്ടി കഅബയിൽ നിന്ന് കുറെ അകലത്തിലാണെങ്കിൽ, പഴയ കാലഘട്ടത്തിൽ ആ തറയിൽ ഒരു വരയിട്ടിരുന്നുവെങ്കിലും ഇന്നത് നീക്കം ചെയ്തു. പകരം പള്ളിയുടെ ചുമരിൽ ഒരു പച്ചലേറ്റ്, നോക്കൂ, പള്ളിയുടെ ചുമരിൽ ഒരു പച്ചലേറ്റ് കാണാം. ആ പച്ചലേറ്റും ഹജറുൽ അസ്വദിന്റെ മൂലയും നോക്കി ഏതാണ്ട് ദിശ മനസ്സിലാക്കി അവിടെ നിന്ന് പരിശുദ്ധമായ ഹജറുൽ അസ്വദിലേക്ക് തിരിഞ്ഞു നിന്ന് ഞാൻ ഉംറയുടെ തവാഫ് ചെയ്യുന്നു എന്ന് മനസ്സിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട്
അല്ലെങ്കിൽ സുന്നത്തായ തവാഫാണെങ്കിൽ നിർബന്ധമായി നിയത്ത് ചെയ്യണം, വെറുതെ ചുറ്റിത്തിരിഞ്ഞിട്ട് ഫലമില്ല. ഇനി ഉംറയുടെ തവാഫാണെങ്കിലും തവാഫ് ചെയ്യുമ്പോൾ തവാഫ് അല്ലാത്ത മറ്റൊന്നും മനസ്സിൽ കരുതാൻ പാടില്ല. വെറുതെ ഇങ്ങനെ നടക്കുന്നു എന്ന് കരുതിയാൽ തവാഫാവില്ല. ആ ഹജറുൽ അസ്വദിലേക്ക് തിരിഞ്ഞു നിന്ന് ഞാൻ ഉംറയുടെ തവാഫ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ സുന്നത്തായ തവാഫ് ചെയ്യുന്നു, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നേരെ തിരിഞ്ഞു നിന്നതിന് ശേഷമാണ് നടക്കേണ്ടത്. കഅബ ഹജറുൽ അസ്വദ് ഇടതുവശത്താക്കിയതിന് ശേഷമാണ് നടത്തം ആരംഭിക്കേണ്ടത്. അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് ഓരോ ചുറ്റി വരുമ്പോഴും നാം ഹജറുൽ അസ്വദിലേക്ക് നോക്കി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നാം കൈമുത്തൽ പ്രത്യേക സുന്നത്തുണ്ട്. അത് സുന്നത്ത് വിശദീകരിക്കുന്ന സമയത്ത് പറയാം. അത് ഓരോ തവണയും ചെയ്യാൻ തിരിഞ്ഞു നിന്നുകൊണ്ട് നമുക്ക് തിരക്ക് കാരണം കഴിയില്ലെങ്കിൽ നാം നേരെ തല തിരിച്ചുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് പോയാലും ആ സുന്നത്ത് നമുക്ക് ലഭ്യമാകും. ഈ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ കുറെ സുന്നത്തുകൾ കൂടി പാലിക്കേണ്ടതുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, തുടർച്ചയായി ചെയ്യലും അഥവാ 7 തവാഫും തുടർച്ചയായി ചെയ്യുക. 1 or 2 ചെയ്ത് ക്ഷീണിച്ച് ഇരുന്ന് പിന്നെ ബാക്കി ചെയ്താലും ശരിയാകും എങ്കിൽ പോലും ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം 7 ചുറ്റും തുടർച്ചയായി ചുറ്റലും ഈ 7 ചുറ്റും കഴിഞ്ഞതിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കലും വാജിബാണ് എന്ന് അഥവാ നിർബന്ധമാണ് എന്നൊരു അഭിപ്രായം ഫിഖ്ഹിലുണ്ട്. പക്ഷെ അത് സുന്നത്തായിട്ടാണ് സാധാരണഗതിയിൽ ഈലാഹിലൊക്കെ വിശദീകരിച്ചിരിക്കുന്നത് ഇമാം നവവി തങ്ങൾ. ഇനി എന്തൊക്കെയാണ് സുന്നത്തുകൾ എന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ നിബന്ധനകൾക്ക് പുറമെ ഈ സുന്നത്തുകൾ കൂടി പാലിക്കുമ്പോൾ തവാഫ് അതിന്റെ പരിപൂർണതയിലെത്തും. ഒന്ന്, നടക്കാൻ കഴിയുന്നവനും വാഹനത്തിൽ ചുറ്റാം, പക്ഷെ നടക്കലാണ് സുന്നത്ത്. രണ്ടാമത്തത് ഇൽത്തിബാൾ. ഇൽത്തിബാൾ എന്നാൽ ഒരു മുണ്ട്, ആ മുണ്ട് പ്രത്യേക രീതിയിൽ ഒരു ധരിക്കലുണ്ട്. നമ്മുടെ വലത് ചുമല് ഒഴിവാക്കിയിട്ട് നമ്മൾ പ്രത്യേകമായി മുണ്ടിങ്ങനെ ക്രോസിൽ ധരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഒസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ അതിനെ വിശദീകരിച്ചത്, ഒരു മുണ്ട് നമ്മൾ എടുക്കുക, ഐ യജ്അല വസ്തരിദാഇഹി തഹ്ത ഇബ്തിഹിൽ യുംന. ഐ യജ്അല വസ്തരിദാഇഹി തഹ്ത ഇബ്തിഹിൽ യുംന, വലഭാഗത്തെ കക്ഷത്തിന്റെ താഴെ ഒരു മുണ്ടിന്റെ മധ്യഭാഗം വെക്കുക. വ ഐ യജ്മഅ ത്വറഫൈഹി, ആ മുണ്ടിന്റെ 2 അറ്റവും അവൻ ഒരുമിച്ച് വെക്കുക. അലാ മങ്കിബിഹിൽ ഐസർ, ഇടതുവശത്തെ ചുമലിന്മേൽ. അപ്പോൾ മുണ്ടിന്റെ മധ്യഭാഗം ഇവിടെ വെച്ച് മുണ്ടിന്റെ 2 അഗ്രവും ഈ ചുമലിൽ വെച്ചിട്ട് മുണ്ട് നിർത്തിയിട്ടാൽ വലത് തോൾ ഒഴിവായിക്കൊണ്ട് ക്രോസ് ഇങ്ങനെ ധരിക്കും. നിങ്ങൾ ഇതാ നോക്കൂ, ഈ രൂപം നോക്കൂ, ഇതാണ്. പക്ഷെ പല ആളുകളും ഇഹ്റാം ചെയ്യുന്ന സമയത്ത് തന്നെ ഈ രൂപത്തിൽ ധരിക്കാറുണ്ട്. അതിന്റെ ആവശ്യമില്ല. അവർ ചെയ്യേണ്ടത് തവാഫ് തുടങ്ങുന്ന സമയത്ത് മാത്രം അത് ചെയ്താൽ മതി. അതുതന്നെ സുന്നത്തായ തവാഫിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ശേഷം സഅയുള്ള തവാഫ്, ഹജ്ജിന്റെയോ ഉംറയുടെയോ തവാഫിൽ മാത്രമേ ഈ രീതിയിൽ മുണ്ട് തവാഫ് തുടങ്ങുമ്പോൾ ധരിക്കേണ്ടതുള്ളൂ. തവാഫ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ മുണ്ട് ധരിക്കേണ്ട ആവശ്യമില്ല, മൊത്തം പുതച്ച് ധരിക്കുകയാണ് വേണ്ടത്. ഇനി ഒരാൾ തവാഫ് ചെയ്തു, മുണ്ട് ഈ രീതിയിൽ വെച്ച് തവാഫ് കഴിഞ്ഞതിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുമ്പോൾ ഈലാഹിൽ ഇമാം നബി തങ്ങൾ ഉദ്ധരിക്കുന്നു, ഇദാ ഫറഅ മിന തവാഫി അസാലൽ ഇൽതിബാഅ, തവാഫ് കഴിഞ്ഞാൽ ഈ ഇൽതിബാഇന്റെ രൂപം അവൻ മാറ്റണം. വസ്വല്ല, എന്നിട്ട് സാധാരണ മുണ്ട് പുതച്ചതുപോലെ നിസ്കരിക്കണം. ഫൈദാ ഫറഅ മിന സ്വലാത്തി, നിസ്കാരത്തിൽ നിന്നും അവൻ കഴിഞ്ഞാൽ ആദൽ ഇൽതിബാഅ, വീണ്ടും അവൻ ഇതുപോലെ ഇൽതിബാഅ് ചെയ്യണം. വസഅ മുതബിഅൻ, ഇൽതിബാഅ് ചെയ്തുകൊണ്ട് സഅയ് ചെയ്യണം. അഥവാ ഈ വേഷത്തിൽ തന്നെ മുണ്ട് ധരിച്ചുകൊണ്ട് അവൻ സഅയ് ചെയ്യണം എന്നാണ് വളരെ വ്യക്തമായി മഹത്തുക്കൾ പഠിപ്പിച്ചത്. ഈ രീതി പുരുഷന് മാത്രമേ സുന്നത്തുള്ളൂ എന്നുകൂടി മനസ്സിലാക്കണം. ഇൽതിബാഅ് ചെയ്യൽ സ്ത്രീക്ക് സുന്നത്തില്ല. സ്ത്രീ സാധാരണ വസ്ത്രം ധരിച്ച് തവാഫ് ചെയ്താൽ മതി. മൂന്നാമത്തേത് റമൽ നടത്തം. റമൽ നടത്തം എന്ന് പറഞ്ഞാൽ അൽ ഇസ്റാഉ ഫിൽ മസീ, വേഗത കൂട്ടിയൊരു നടത്താണ്. മഅ തഖാറുബിൽ ഖുതാ, കാലടികൾ അടുത്ത് വെച്ചിട്ട് പട്ടാളക്കാരൊക്കെ മാർച്ച് ചെയ്യുന്നത് പോലെ. ദൂനൽ വുസൂബി വൽ അദബി, ചാട്ടവും ഓട്ടവുമല്ല, അത് പട്ടാളക്കാരുടെ മാർച്ചിങ് പ്രോഗ്രാം പോലെ. മദീനയിൽ നിന്ന് നബി തങ്ങളും സ്വഹാബത്തും പരിശുദ്ധ മക്കയിൽ വന്നുകൊണ്ട് അവർ ഈ പരിശുദ്ധ കഅബ തവാഫ് ചെയ്യാൻ വന്നപ്പോൾ അന്നുണ്ടായിരുന്ന ഖുറൈശികൾ അഥവാ മുശ്രിക്കുകൾ കളിയാക്കി, ഇവർ ക്ഷീണിച്ചു വരുന്നല്ലോ, ഇവർക്ക് എന്താ ഉള്ളത്? അവർ പറഞ്ഞു, ഇന്നഹു ഖദിമ അലൈക്കും ഖൗമുൻ ഖദ് ഔഖനതുഹും ഹുമ്മാ യസ്രിബ, യസ്രിബിലെ പനി ഇവരെ ആകെ ക്ഷീണിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതിനെ മറികടക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും നല്ല ഒരു ശക്തമായ ഒരു തവാഫ് ചെയ്തു. അതാണ് ഇതിന്റെ അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 3 ചുറ്റില്, ഉംറയുടെയും ഹജ്ജിന്റെയും തവാഫിൽ ആദ്യത്തെ 3 ചുറ്റില് ഈ രീതിയിലുള്ള മാർച്ചിങ് നടത്തൽ പുരുഷന്മാർക്ക് പ്രത്യേകമായി സുന്നത്ത്. അങ്ങനെ നടക്കൽ പുരുഷന് മാത്രം സുന്നത്ത്, സ്ത്രീകൾക്ക് അത് സുന്നത്തില്ല. മറ്റൊരു സുന്നത്ത് ഹജറുൽ അസ്വദ് ചുംബിക്കലും തൊട്ടുമുത്തലും സുന്നത്താവുന്നു. ഇനി ഒരാൾക്ക് ചുംബിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തൊട്ടുമുത്തൽ സുന്നത്താണ്. ഇനി അതിനും കഴിയില്ലെങ്കിൽ ആംഗ്യം കാണിച്ചിങ്ങനെ മുത്തൽ സുന്നത്താണ്. ഈ ആംഗ്യം കാണിച്ച് മുത്താൻ എല്ലാവർക്കും കഴിയും. ഇത് ഹജറുൽ അസ്വദിനെ പ്രത്യേകമായി നാം പരിഗണിച്ച് ചെയ്യുന്ന പ്രവർത്തനമാണ്. കഴിയുമെങ്കിൽ ഹജറുൽ അസ്വദ് മുത്താൻ ശ്രമിക്കുക. തവാഫിൽ ഒരുപക്ഷെ മുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ഒഴിവ് സമയത്ത് എപ്പോഴെങ്കിലും ചെന്ന് ഉംറക്കൊക്കെ പോകുന്നവർക്ക് ഹജ്ജിന്റെ സമയം പോലെയല്ല,
ഓഫ് സീസണിൽ ചെന്നാൽ, ഒഴിവുള്ള സമയത്ത് ചെന്നാൽ ശരിക്കും ഹജറുൽ അസ്വദ് മുത്താൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച ഇതാ റുക്നുൽ യമാനി. ഈ റുക്നുൽ യമാനി നമ്മളിങ്ങനെ ചുറ്റി വരുന്ന സമയത്ത് തൊട്ടുമുത്തുക. ഒഴിഞ്ഞു കിട്ടിയാൽ പോലും റുക്നുൽ യമാനി ചുംബിക്കൽ സുന്നത്തില്ല. ഹജറുൽ അസ്വദ് ഒഴിഞ്ഞു കിട്ടിയാൽ ചുംബിച്ചോളണം. അതേ സമയത്തോ റുക്നുൽ യമാനി ഒഴിഞ്ഞു കിട്ടിയാൽ പോലും ചുംബിക്കൽ സുന്നത്തില്ല, തൊട്ടുമുത്തൽ മാത്രമേ സുന്നത്തുള്ളൂ. തൊട്ടുമുത്താൻ കഴിയില്ലെങ്കിൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു മുത്തുക. മറ്റൊന്ന്, ത്വവാഫിൽ വാരിതായ ചില ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ അഥവാ പ്രാർത്ഥനകൾ നിർവഹിക്കുക. ഒരു പ്രാർത്ഥനയും അറിയില്ലെങ്കിൽ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ അത് ചൊല്ലുക. റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഒക്കെ സമീപത്ത് നോക്കുമ്പോൾ മലക്കുകൾ അതിന് ആമീൻ പറയും. ഇനി അതും അറിയില്ലെങ്കിൽ ഏതെങ്കിലും സൂറത്തുകൾ ഓതുക. ഒന്നും അറിയില്ലെങ്കിൽ പച്ച മലയാളത്തിൽ നമുക്കുള്ള കാര്യങ്ങൾ പടച്ച റബ്ബിനോട് ഇങ്ങനെ പറയുക. അത് അറിവിനനുസരിച്ച് ചെയ്യുക. എനിക്കൊന്നും ഓതാൻ അറിയില്ലല്ലോ, എനിക്ക് ഈ ദുആകളൊന്നും ചൊല്ലാൻ പോലും അറിയില്ലല്ലോ, കാണാതെ പഠിച്ചിട്ടില്ലല്ലോ എന്നൊന്നും കരുതി ആരും ഹജ്ജിനോ ഉംറക്കോ പോകാതിരിക്കേണ്ടതില്ല. കാരണം ഈ ഉംറയിലോ ഹജ്ജിലോ നിർബന്ധമായി ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനകളുമില്ല. അതൊക്കെ സുന്നത്തുകൾ മാത്രമാണ്. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് മലയാളത്തിൽ പ്രാർത്ഥന ചൊല്ലാം. കഴിയുമെങ്കിൽ പഠിച്ചു പോയാൽ അത്യുത്തമം. തൽബിയത്തെങ്കിലും ചൊല്ലാൻ നമുക്കറിയുമല്ലോ, അതിന് തന്നെ വലിയ പ്രതിഫലം കിട്ടും. മറ്റൊന്ന്, തുടർച്ചയായി ചെയ്യൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് നിർബന്ധമാണെന്ന് അഭിപ്രായമുണ്ട്. ഇമാം നവവി തങ്ങൾ പറഞ്ഞത് സുന്നത്തുൻ മുഅക്കദത്തുൻ എന്നാണ്. അത് മുഅക്കദായ സുന്നത്താണെന്നാണ്. എന്നാൽ മയ്യത്ത് നിസ്കാരത്തിനോ ജനാസ നിസ്കാരത്തിനോ വേണ്ടി ഈ തവാഫ് മുറിക്കൽ പോലും കറാഹത്താണ്. അത്യാവശ്യ ഘട്ടത്തിൽ മുറിക്കാം. ഉദാഹരണമായി ഉദൂ മുറിഞ്ഞാൽ അവൻ പോയി ഉദൂ ചെയ്തു വന്ന് ബാക്കി പൂർത്തിയാക്കിയാൽ മതി. എത്ര തവാഫായോ അതിന്റെ ബാക്കി പൂർത്തിയാക്കിയാൽ മതി. തിരക്ക് കാരണം തിരിഞ്ഞു പോയാൽ ആ തിരിഞ്ഞ സ്ഥലം ഇടതുവശത്താക്കാൻ വേണ്ടി അല്പം പുറകോട്ട് വരികയോ, സാധിച്ചില്ലെങ്കിൽ ആ ചുറ്റ് ഒഴിവാക്കി ഒരു ചുറ്റുകൂടി ചുറ്റുകയോ ചെയ്യണം. അതൊക്കെ ഹജ്ജിന്റെ കർമ്മം വിശദീകരിച്ചിട്ടുണ്ട് എന്നുകൂടി ഞാൻ പറയുന്നത് അതുകൂടി പഠിക്കുന്നവർക്ക് കൂടുതൽ മനസ്സിലാകും എന്നതുകൊണ്ടാണ്. അപ്രകാരം തന്നെ ഈ തവാഫ് മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി മുറിക്കൽ കറാഹത്താണെന്ന് വ്യക്തമായി കിതാബുകളിലുണ്ട്. യുക്റഹു ഖത്ഉ തവാഫിൽ മഫ്റൂദി ലി സ്വലാത്തി ജനാസത്തിൻ ഔ ലി സ്വലാത്തി നാഫിലത്തിൻ റാത്തിബത്തിൻ. റവാത്തിബ് സുന്നത്തിന് വേണ്ടിയോ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടിയോ തവാഫ് മുറിക്കേണ്ടതില്ല. ഫർദായ നമസ്കാരം നടക്കുമ്പോൾ സ്വാഭാവികമായി തവാഫ് മുറിക്കേണ്ടി വരും. അപ്പോൾ അതിന്റെ ബാക്കി തുറന്ന് ചെയ്തുകൊണ്ടിരിക്കണം. മറ്റൊരു സുന്നത്ത്, ഭയഭക്തി ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുക. ഒരു ഖുശൂഉം അതുപോലെ തന്നെ നിസ്കാരം പോലെ തന്നെ അത്തവാഫു കസ്വലാത്തി, തവാഫ് നിസ്കാരം പോലെ തന്നെയാണ്. നിസ്കാരത്തിൽ എത്ര ഭയഭക്തമായി നമ്മൾ നിൽക്കണം എന്നതുപോലെ തന്നെ തവാഫിന്റെ 2 റക്അത്ത് നിസ്കരിക്കുക. തവാഫ് കഴിഞ്ഞതിന് ശേഷം ഇബ്രാഹിം മഖാമിന്റെ പിന്നിലാണ് അത് നിസ്കരിക്കേണ്ടത്. അവിടെ സ്ഥല സൗകര്യം കിട്ടിയില്ലെങ്കിൽ ഹിജ്ർ ഇസ്മായിലിൽ, അവിടെ കിട്ടിയില്ലെങ്കിൽ മതാഫിൽ, അവിടെയും കിട്ടിയില്ലെങ്കിൽ ഹറമിലെ പള്ളിയിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഹറമിൽ എവിടെ വെച്ചെങ്കിലും നിസ്കരിക്കുക. ഇബ്രാഹിം മഖാമിന്റെ എത്രയോ പുറകോട്ട് പോയാൽ നമുക്ക് സൗകര്യവും സന്ദർഭവും കിട്ടും. അവിടെ വെച്ച് ഞാൻ തവാഫിന്റെ 2 റക്അത്ത് നമസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. ആദ്യത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂന ഫാത്തിഹയ്ക്ക് ശേഷം, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി നമ്മുടെ തവാഫ് കഴിഞ്ഞു. ഉംറയുടെ 2 പ്രധാന കർമ്മങ്ങൾ നമ്മൾ ചെയ്തു. ഇഹ്റാം ചെയ്തു, തവാഫ് ചെയ്തു. ഇനി 2 എണ്ണമേ ബാക്കിയുള്ളൂ, സഅയും മുടി മുറിക്കലും. ഇനി നമ്മൾ ഇതാ സഅയ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അല്ലാഹു യാ അല്ലാഹ് യാ എങ്ങോട്ടാണ് സഅയ് ചെയ്യാൻ പോകുന്നത്? സഅയ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തവാഫ് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ അനുസരിച്ച് അല്പം സംസം കുടിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇന്ന് സംസം കിണറിലേക്ക് പോകാൻ കഴിയില്ലെങ്കിലും പാത്രത്തിൽ സംസം ഉണ്ടാകും, ധാരാളമായി കുടിക്കുക. സംസം ഏറ്റവും കൂടുതൽ കുടിക്കൽ പ്രത്യേക സുന്നത്താണ്. അതുകൊണ്ട് വയറ് നിറക്കണം. നമ്മുടെ വയറ്റിൽ ധാരാളം സംസം കിടക്കട്ടെ. ആ സംസം ധാരാളം കുടിക്കുക. തണുത്ത സംസം കുടിച്ചാൽ ചിലപ്പോൾ തൊണ്ടക്ക് പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് വയറ് മുബറദ് എന്ന് എഴുതി വെച്ച തണുക്കാത്ത പാത്രത്തിൽ നിന്നും സംസം എടുത്തുകൊണ്ട് ധാരാളം കുടിക്കുക. സംസം കുടിച്ച് നമ്മൾ നേരെ സഫാ കുന്നിലേക്ക് നീങ്ങുകയാണ്. കഅബയുടെ കിഴക്ക് വശത്ത് അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ ഭാഗമായ ഒരു കുന്നാണ് സഫാ കുന്ന്. സഫയിൽ നിന്ന് ഹജറുൽ അസ്വദിലേക്ക് ഏകദേശം 262 മുഴ നീളമാണ് ഉള്ളത് എന്ന് അഖ്ബാറു മക്ക എന്ന ഗ്രന്ഥത്തിൽ ഇമാം അസ്റഖിയെ പോലുള്ള ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. സഫയുടെ എതിർവശത്ത് കഅബയുടെ വടക്ക് കിഴക്ക് ഭാഗത്താണ് മർവ. ഈ സഫയിൽ നിന്ന് മർവയിലേക്ക് നടക്കലാണ് സഅയ് എന്ന് പറയുന്നത്. നോക്കൂ, ഈ സഫയിൽ നിന്ന് മർവയിലേക്ക് നടക്കുന്ന ഈ രീതിയാണ് സഅയ്. ഇതാണ് സഅയ് എന്ന് പറയുന്നത്. ഈ സഅയിന് 4 വാജിബാത്തുകളുണ്ട്. 4 കാര്യങ്ങൾ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട 4 കാര്യം. അതിലൊന്ന്, ദൂരം മുഴുവൻ നടക്കണം. സഫയിൽ നിന്ന് മർവയിലേക്ക് തിരിച്ചിങ്ങോട്ടും അത് ഒരു ഭാഗത്തേക്കുള്ള ദൂരം 395 മീറ്ററാണ്. അത് മുഴുവൻ നടക്കണം. അതിന് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നടക്കേണ്ട ദൂരം നമുക്ക് അവിടെ നടക്കുമ്പോൾ ബോധ്യപ്പെടും, എവിടെ എത്തണമെന്നതിനെ കുറിച്ച്. ഇപ്പോൾ കല്ലിന്റെ ഭാഗത്തേക്ക് കയറാൻ പറ്റാതെ അവിടെ പ്രത്യേകമായി വളച്ചു കെട്ടിയിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ നമുക്കത് അവിടെ ചെല്ലുമ്പോൾ ബോധ്യമാകും. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഈ സഅയ് നടക്കുന്നത് ശരിക്കും മനസ്സിലാവും. രണ്ടാമത്തെ തെർത്തീബ് അഥവാ അതിന് രീതിയുണ്ട്. സഫയിൽ നിന്ന് തുടങ്ങണം, മർവയിൽ നിന്ന് തുടങ്ങാൻ പറ്റില്ല.
സൊഫയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ദൂരം മുഴുവൻ നടക്കുക, സൊഫയിൽ നിന്ന് തുടങ്ങുക. മൂന്നാമത്തേത് 7 തവണ പൂർത്തിയാക്കുക. സഴി 7 തവണ, അഥവാ തവാഫ് പോലെയല്ല. തവാഫ് നമ്മൾ ഇവിടുന്ന് ആരംഭിച്ച് കഅബ ചുറ്റി തിരിച്ച് അതേ പോയിന്റിൽ ഹജറുൽ അസ്വദിന്റെ അടുത്ത് വരുമ്പോൾ ഒന്നാകും. സഴി അങ്ങനെയല്ല. സഴി സൊഫയിൽ നിന്ന് തുടങ്ങി മറുവയിലെത്തിയാൽ തന്നെ ഒന്നായി, മറുവയിൽ നിന്ന് തിരിച്ച് സൊഫയിലെത്തിയാൽ 2ആയി. അതാണ് സഴിയും തവാഫും തമ്മിലുള്ള വ്യത്യാസം. നാലാമത്തേത് ശരിയായ ഒരു തവാഫിന് ശേഷമായിരിക്കണം സഴി ചെയ്യേണ്ടത്. സഴി ആദ്യം ചെയ്താൽ പറ്റില്ല. ശരിയായൊരു തവാഫിന് ശേഷമാണ് സഴി ചെയ്യേണ്ടത്. ഈ 4 നിബന്ധനകൾ പാലിച്ച് സഴി ചെയ്യുക. എണ്ണത്തിൽ ഇപ്പോൾ തവാഫിലാണെങ്കിലും അതല്ലെങ്കിൽ നമ്മൾ സഴിയിലാണെങ്കിലും സംശയം വന്നാൽ നിസ്കാരത്തിലെ റക്അത്തുകളെ പോലെ തന്നെ 4 നിസ്കരിച്ചോ 3 ആയോ സംശയിച്ചാൽ 3 എന്ന് ഉറപ്പിച്ച് 4 പൂർത്തിയാക്കണം. തവാഫ് ചെയ്യുമ്പോൾ 4 or 3 ആയത് 3 ഉറപ്പിക്കണം. സഴി ചെയ്യുമ്പോൾ 5 or 6 ആയത് 5 ഉറപ്പിക്കണം, 6 ബാക്കി ചെയ്യണം. കുറഞ്ഞതിൽ പിടിച്ച് ബാക്കി പൂർത്തിയാക്കുക. ഇനി തവാഫ് പോലെ തന്നെ സഴിയിനും ഏതാനും സുന്നത്തുകളുണ്ട്. എന്തൊക്കെയാണ് സുന്നത്തുകൾ? ഒന്ന് നിയ്യത്ത് ചെയ്യൽ, സുന്നത്തേ ഉള്ളൂ. അല്ലാഹുമ്മ ഇന്നി നവൈതു അൻ അസ്അ മാ ബൈന സഫാ വ മർവത്തി സഅയൽ ഉംറത്തി സബഅത അശ്വാത്തി ലില്ലാഹി തആല. അല്ലാഹു തആലക്ക് വേണ്ടി സഫാ മർവക്കിടയിൽ ഉംറയുടെ സഅയ് ചെയ്യാൻ ഞാൻ കരുതി എന്ന് മനസ്സിൽ കരുതുക. സുന്നത്തേ ഉള്ളൂ, കരുതിയില്ലെങ്കിലും സഅയ് ശരിയാകും. തുടക്കം സൊഫയിൽ കയറി നിന്ന് കഅബത്തെ നോക്കി ദിക്ർ ചൊല്ലിക്കൊണ്ടാവുക. സൊഫയിൽ ഇങ്ങനെ കയറുന്ന നേരെ നോക്കിയാൽ കഅബത്തിന്റെ വാതിൽ കാണും. ശ്രദ്ധിച്ച് നോക്കിയാൽ അബ്ദു ബിമാ ബദ അല്ലാഹു റസൂലുഹു ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ വമൻ തതവഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തുടങ്ങുക. ആ ദിക്ർ ചൊല്ലി മനാസിക്കിൽ നോക്കി കൃത്യമായി തുടങ്ങുക. മറ്റൊരു സുന്നത്ത് തവാഫ് കഴിഞ്ഞ ഉടനെ ആയിരിക്കാം. തവാഫ് കഴിഞ്ഞ് ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിച്ച് വന്ന് സഅയ് ചെയ്താലും ശരിയാകുമെങ്കിലും തവാഫ് കഴിഞ്ഞ ഉടനെ വൈകാതെ സംസം കുടിച്ച് വന്ന് ചെയ്യൽ പ്രത്യേക സുന്നത്താണ്. 7 തവണയും തുടർച്ചയായി ചെയ്യൽ സുന്നത്താണ്. ഒന്നങ്ങ് നടന്നു 2-3 നടന്ന് ക്ഷീണിച്ച് ഇരുന്നാലും പിന്നീട് ബാക്കി ചെയ്താലും മതി. പക്ഷേ പല തവണയായി 7 പൂർത്തിയാക്കിയാലും സഴി ശരിയാകും. എന്നാൽ പോലും തുടർച്ചയായി ചെയ്യൽ സുന്നത്താണ്. അതുപോലെ തന്നെ ഔറത്ത് മറക്കൽ, സ്ത്രീകളുടെ ഒരു മുടി കാണുകയോ പുരുഷന്മാരുടെ പൊക്കിൽ കാണുകയോ ഒക്കെ ചെയ്താൽ തവാഫാണെങ്കിൽ ബാത്തിലാവും. അവിടെ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുംഭയുള്ള പുരുഷന്മാർ തവാഫിൽ ഇങ്ങനെ ചുറ്റുമ്പോൾ 1-2 ചുറ്റി കഴിയുമ്പോൾ തുണി താഴേക്ക് നീങ്ങിപ്പോയാൽ പൊക്കിൽ കാണും, ഔറത്ത് വെളിവാകും, തവാഫ് ബാത്തിലാവും. സഴിയിൽ ആ പ്രശ്നമില്ല, സുന്നത്തേ ഉള്ളൂ. അഥവാ ഔറത്ത് കണ്ടാൽ പോലും സഴി ബാത്തിലാകില്ല. പക്ഷെ ഔറത്ത് കാണാതിരിക്കാനാണല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റൊന്ന് വുദു ഉണ്ടാവൽ. സഴിയിൽ വുദു സുന്നത്തേ ഉള്ളൂ. തവാഫിൽ വുദു മുറിഞ്ഞാൽ വുദു പോയി എടുത്ത് തിരിച്ചു വരണം. സഴിയിൽ വുദു മുറിഞ്ഞാൽ സ്വാഭാവികമായി നമുക്ക് സഴിയിൽ വുദു എടുക്കാൻ പോകേണ്ട കാര്യമില്ല, സുന്നത്തേ ഉള്ളൂ. ബാക്കി സഴി അങ്ങ് പൂർത്തിയാക്കി കൊടുത്താൽ മതി. അതുപോലെ തന്നെ സഴിയിൽ ഇൽത്തിബാഴ്, നേരത്തെ പറഞ്ഞ ഇൽത്തിബാഴ് ചെയ്യൽ, അത് സുന്നത്താണ്, പുരുഷന്മാർക്ക് മാത്രം. അപ്രകാരം പുരുഷന്മാർക്ക് മാത്രമുള്ള ഒരു പ്രത്യേക സുന്നത്ത് സഴിയിലുണ്ട്. പച്ച അടയാളമിട്ട ഒരു ഭാഗമുണ്ട്. നമ്മൾ സഫയിൽ നിന്ന് തുടങ്ങി അല്പം ചെന്നാൽ ഒരു പച്ച ലൈറ്റ് കത്തി നിൽക്കുന്നുണ്ടാവും. അത് മുതൽ അടുത്ത പച്ച ലൈറ്റ് കത്തുന്ന സ്ഥലം വരെ വേഗത്തിൽ ഓടുക, ഒന്ന് ഉളരി നടക്കുക. അവിടെ ഇന്നക തഅലമു മാ ലാ നഅലം ഇന്നക അൻതല്ലാഹുൽ അഅ്സുൽ അക്രം എന്നൊരു പ്രത്യേക ദിക്റുമുണ്ട്. ആ ദിക്ർ ഇങ്ങനെ ചൊല്ലുമ്പോൾ ഈ പച്ച ഭാഗം കഴിഞ്ഞ് അടുത്ത ഭാഗം എത്തുമ്പോഴേക്കും ആ ദിക്ർ തീരും. ആ ഒരു സ്പീഡിൽ അങ്ങ് ഓടിക്കൊടുത്താൽ മതി. ആ ദിക്ർ അതിന് ഏതാണ്ട് ഫിറ്റായ രീതിയിലാണ് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ നടക്കാൻ കഴിയുന്നവൻ നടക്കൽ സുന്നത്ത. വാഹനത്തിലായാലും ഉരുട്ടിക്കൊണ്ടുപോയാലും ഒക്കെ സ്വഹീഹാകും. അതുപോലെ തന്നെ ഓരോ സഅയിലും പ്രത്യേക ദുആ ഉണ്ട്. ഓരോ സഅയിലുമുള്ള ദുആ പ്രത്യേകമായി നമ്മൾ ഒന്നും അറിയില്ലെങ്കിൽ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ ഏതെങ്കിലും ദുആ ചെയ്യുക, അല്ലെങ്കിൽ മലയാളത്തിൽ ദുആ ചെയ്യുക. സഅയിൽ ഉത്തരം കിട്ടുന്ന സമയമാണ്, തവാഫിലും ഉത്തരം കിട്ടുന്ന സമയമാണ്. സുഹൃത്തുക്കളെ, സഹോദരിമാരെ, നമുക്ക് എന്ത് സങ്കടമുണ്ടെങ്കിലും ആ സമയത്ത് പടച്ച റബ്ബിനോട് ചോദിക്കുക, അള്ളാഹു നമുക്ക് ഉത്തരം നൽകും. ഇപ്പോൾ നാം സഅയും പൂർത്തിയാക്കി. ഇനി നമുക്ക് ഒന്നേ ഉള്ളൂ, മുടിയെടുക്കുക. 4ാമത്തെ കാര്യം, മുടിയെടുക്കേണ്ടത് എങ്ങനെയാ? ആരുടെ മുടിയാണോ എടുക്കുന്നത്, ആരാണോ ഉംറ പൂർത്തിയാക്കുന്നത്, അവനെ കിബിലക്ക് മുന്നിട്ട് നിർത്തിയിട്ട്, ആണാണെങ്കിൽ അവന്റെ വലതുവശത്തെ മുടി ആദ്യം കളയുക, പിന്നെ ഇടതുവശം കളയുക, പിന്നെ ശേഷം ബാക്കി കളയുക. അവിടെ കിബിലക്ക് തിരിച്ചിരുത്തിക്കൊണ്ട് മുടി എടുക്കാൻ തുടങ്ങുമ്പോൾ ഒരു ദുആ ഉണ്ട്, അത് ചൊല്ലിക്കുക. ആ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ദുആ ഉണ്ട്, അത് ചൊല്ലുക. ഇതൊക്കെ വളരെ സുന്നത്താണ്. സ്ത്രീകളാണെങ്കിൽ മുടി മൊത്തം തൂക്കിയിട്ട് അതിന്റെ തലപ്പ് ഒരു വിരലിന്റെ അത്ര വെട്ടുക. സ്ത്രീകൾ മുടി കളയരുത്, പുരുഷൻ മുടി കളയലാണ് ഉത്തമം. ഇനി പുരുഷൻ മുടി കളയാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അവന്റെ തലയിലെ മുടിയിൽ നിന്നും 3 മുടി മുറിച്ചാൽ അവൻ തഹല്ലുലായി. മുടി അല്പം മുടി ഒന്നുമില്ലാത്തയാളോ അവൻ പ്രത്യേകമായി കത്തി ഇങ്ങനെ നടത്തി കൊടുത്താൽ മതി. അവർ മീശയിൽ നിന്നോ മറ്റോ അല്പം വെട്ടിയെടുക്കൽ പ്രത്യേകമായ സുന്നത്ത് മഹാന്മാർ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും കത്തി വെറുതെ നടത്തിയാലും അവൻ തഹല്ലുലാകും. ഒരു ഉംറ ചെയ്തു, ഇനി മുറിക്കാൻ മുടിയില്ല. അങ്ങനത്തെ ആൾ ആ ഉംറ തഹല്ലുലാകുമ്പോൾ കത്തി ഒന്നിങ്ങനെ അല്ലെങ്കിൽ ബ്ലേഡ് ഒന്നിങ്ങനെ വെറുതെ മുറിപ്പെടുത്താത്ത രീതിയിൽ വെച്ചു കൊടുത്താൽ മാത്രം മതി. അവനെ സംബന്ധിച്ചോളം അത് മാത്രം അവന് തഹല്ലുലാകാൻ ചെയ്താൽ മതി എന്നാണ് മഹത്തുക്കൾ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നാം ഉംറയുടെ എല്ലാ കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞു.
ഇഹ്റാം ചെയ്തു, തവാഫ് ചെയ്തു, സഅയ് ചെയ്തു, മുടി മുറിച്ചു, ഒരു ഉംറ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇപ്പോൾ നാം പരിശുദ്ധ മക്കയിൽ ഉദ്ദേശ കർമ്മം ചെയ്ത് റാഹത്തായി തിരിച്ച് റൂമിലേക്ക് വരുന്നു. ഇനി നമുക്ക് പരിശുദ്ധ മക്കയിൽ എത്ര ദിവസം നമുക്ക് സൗകര്യമുണ്ടോ അത്ര ദിവസം നിൽക്കാം. എന്താ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ സ്ഥലത്തിന്റെ പുണ്യം മനസ്സിലാക്കണം. ഭൂമിയിൽ വെച്ച് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം തവാഫ്. ഞാൻ നേരത്തെ അതിന്റെ കാര്യം ആമുഖത്തിൽ പറഞ്ഞു. തവാഫ് വർദ്ധിപ്പിക്കുക. ഒരു 50 തവാഫെങ്കിലും തിരിച്ചു പോരുന്നതിന് മുമ്പ് ചെയ്യാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ ഉംറ വർദ്ധിപ്പിക്കുക. മരിച്ചുപോയ ബാപ്പാക്ക് ഉമ്മാക്ക് ബന്ധപ്പെട്ടവർക്ക് എങ്ങനെ ഉംറ ചെയ്യാം? നമ്മൾ റൂമിൽ നിന്ന് മുടി നീക്കാനുണ്ടെങ്കിൽ നീക്കി, നഖം മുറിക്കാനുണ്ടെങ്കിൽ മുറിച്ച് കുളിച്ച്. ഇനി മുടിയും നഖവും മുറിക്കാനില്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടേണ്ടതില്ല, ഉണ്ടാക്കി മുറിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ നേരെ കുളിച്ച് വൃത്തിയായി അതിന് സൗകര്യപ്പെട്ട ഒരു സ്ഥലം തൻഈമിലേക്കാണ് പോകാൻ സൗകര്യം. തൻഈമിൽ എന്ന് പറയുന്ന അതിർത്തിയിലേക്ക് പോകാൻ വേണ്ടി വാഹനം കയറി അതിന് സൗകര്യമുള്ള രീതിയിൽ വാഹനം പിടിച്ചോ ബസ്സിലോ പോയി തൻഈമിൽ ചെന്ന് അവിടെ വെച്ച്, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആ പള്ളിയിൽ പ്രത്യേകം സൗകര്യമുണ്ട്. അവിടെ കുളിക്കാൻ സൗകര്യമുണ്ട്, പക്ഷേ നേരത്തെ കുളിച്ചു പോകുന്നതാണ് നമുക്ക് ഉത്തമം. സൗകര്യം അതായിരിക്കും. ആ പള്ളിയിൽ കയറി നമ്മൾ ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് നവൈത്തുൽ ഉംറത, ആർക്ക് വേണ്ടിയാണോ, തനിക്ക് വേണ്ടിയാണെങ്കിൽ നവൈത്തുൽ ഉംറത വഹറംതു ബിഹാലില്ലാഹി തആല, ബാപ്പാക്ക് വേണ്ടിയാണെങ്കിൽ നവൈത്തുൽ ഉംറത അബി വഹറംതു ബിഹാലില്ലാഹി തആല, തൽബിയത്ത്, സ്വലാത്ത്, അത് കഴിഞ്ഞിട്ട് ദുആ കഴിഞ്ഞ് തിരിച്ച് വാഹനത്തിൽ കയറുന്നു, നേരെ ഹറമിലേക്ക് വരുന്നു. നേരെ നമ്മൾ തവാഫ് ചെയ്യാൻ വേണ്ടി ഹജറുൽ അസ്വദ് കണ്ടുപിടിക്കുന്നു. ഹജറുൽ അസ്വദിന്റെ അവിടെ നിന്ന് നിയ്യത്ത് ചെയ്ത് 7 വട്ടം ചുറ്റുന്നു. 7 വട്ടം ചുറ്റി മക്കാം ഇബ്രാഹിമിന്റെ പിന്നെ നിസ്കരിക്കുന്നു, സംസം കുടിക്കുന്നു, സൊഫയിലേക്ക് പോകുന്നു, 7 വട്ടം സഅയ് ചെയ്യുന്നു, മുടി മുറിക്കുന്നു, കഴിഞ്ഞു. എത്ര ഉംറയും നമുക്ക് ചെയ്തുകൂടെ? സൗകര്യമായി ഉംറ ചെയ്യുക. ഉംറ വർദ്ധിപ്പിക്കൽ ഏറ്റവും നല്ലതാണ്. പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് ഒരൊറ്റ ജമാഅത്തും നമ്മൾ ഒഴിവാക്കരുത്. ഒരു റക്അത്തിന് 1 ലക്ഷത്തെക്കാൾ കൂടുതൽ കോടിക്കണക്കിന് പ്രതിഫലമുണ്ട്. നിസ്കാരത്തിന് പ്രതിഫലം കൂടുതലാണ് ഹറമിൽ. അതുകൊണ്ട് നാം ലക്ഷക്കണക്കായ പ്രതിഫലം കിട്ടുന്ന ആ നമസ്കാരം ഒറ്റ ജമാഅത്തും ഒഴിവാക്കരുത്. അപ്രകാരം തന്നെ ഇഴ്തികാഫ്, ഒരു ദിവസം ഇഴ്തികാഫ് ഇരുന്നാൽ വമൻ ഇഴ്തകഫ യൗമൻ ഇബ്തിആഅ മർളാത്തില്ലാ ജഅലല്ലാഹു ബൈനഹു വബൈനന്നാരി സലാസ ഖനാദിക്. അള്ളാഹുവിന്റെ തൃപ്തി മോഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു ദിവസം പള്ളിയിൽ ഇഴ്തികാഫ് ഇരുന്നാൽ അവന്റെയും നരകത്തിന്റെയും ഇടക്ക് 3 വലിയ കിടങ്ങുകൾ പടച്ചറബ് തീർക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സാധാരണ പള്ളിയിലെ ഇഴ്തികാഫിനെ കുറിച്ചാണ്. അപ്പോൾ പരിശുദ്ധ ഹറമിലെ ഇഴ്തികാഫിന്റെ പ്രത്യേകത എത്രയാണ്? അതുപോലെ ഹറമിൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു പുണ്യമാണ് കഅബയെ നോക്കിയിരിക്കൽ, കഅബ നോക്കിയിരിക്കുക. അതുപോലെ തന്നെ ഒരു ഖത്തമെങ്കിലും ചുരുങ്ങിയത് പരിശുദ്ധ ഹറമിൽ നിന്ന് തീർക്കുക. ചുരുങ്ങിയതൊരു ഖത്തമെങ്കിലും, കൂടുതലാവട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ ദിക്റുകളും സ്വലാത്തുകളും വർദ്ധിപ്പിക്കുക. സംസം ധാരാളമായി കുടിക്കുക. ദാനധർമ്മങ്ങൾ ധാരാളമായി ചെയ്യുക. സിയാറത്ത് കേന്ദ്രങ്ങൾ സന്ദർശിക്കുക. ഒരു കാരണവശാലും ഹജറുൽ അസ്വദ് മുത്തുവാനോ നമസ്കാരം നിർവഹിക്കുവാനോ മറ്റൊരാളെ തിരക്കി അയാളെ പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥ നാം സൃഷ്ടിക്കരുത്. നമ്മുടെ പ്രവർത്തന ഫലമായി അവിടെ വന്ന ഏതെങ്കിലും ഒരു സാധുവായ മനുഷ്യന് ആരോഗ്യക്കുറവ് കൊണ്ട് നമ്മളാൽ ഒരു ദ്രോഹം വരാൻ പാടില്ല. അയാൾ നമുക്കെതിരെ പടച്ചറബിനോട് വല്ലതും പ്രാർത്ഥിച്ചു പോയാൽ നമ്മൾ ബുദ്ധിമുട്ടും. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തന ഫലമായി ഒരുത്തിനും ദ്രോഹമില്ലാത്ത വിധം വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമാക്കിയ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇതാണ് ഉംറയുടെ ചെറിയ രൂപം. ഇപ്പോൾ നാം ഉംറ കഴിഞ്ഞു. ഇനി ഇതിനനുബന്ധമായ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് ഏറ്റവും ശ്രദ്ധേയമായത്, പലപ്പോഴും പല ക്ലാസ്സുകളിലും നമ്മൾ പറയാൻ വിട്ടുപോകുന്ന കാര്യമാണ് കുട്ടികളുടെ ഹജ്ജും ഉംറയും. അത് വളരെ ശ്രദ്ധിക്കണം. ഈ പറയുന്ന കാര്യമാണ് ഇനി പ്രത്യേകിച്ച് ഉംറക്ക് പോകുന്ന ആളുകൾ ഗൾഫിൽ നിന്നാണെങ്കിലും നാട്ടിൽ നിന്നാണെങ്കിലും കുട്ടികളെ ധാരാളമായി കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഉംറയിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? കുട്ടികളെയും കൊണ്ട് ഉംറക്ക് പോകുമ്പോൾ എന്താണ് നമുക്ക് അവിടെ സൂക്ഷിക്കാനുള്ളത്? ഇൻഷാ അല്ലാഹ് ആ കാര്യത്തിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. അല്ലാഹു യാ അല്ലാഹ് യാ അല്ലാഹ് അല്ലാഹു യാ അല്ലാഹ് യാ അല്ലാഹ്. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് കുട്ടികൾക്ക് ഉംറ ചെയ്യൽ ഹജ്ജ് പോലെ തന്നെ നിർബന്ധമില്ല. എന്നാൽ പ്രായപൂർത്തിക്ക് മുമ്പ് കുട്ടികൾ അത് നിർവഹിച്ചാൽ സ്വഹീഹാകും, സ്വീകരിക്കും. വകതിരിവുണ്ടെങ്കിൽ രക്ഷിതാവിന്റെ സമ്മതത്തോടെ കുട്ടിക്ക് ഇഹ്റാം ചെയ്യാം. ഇവിടെ രക്ഷിതാവിന്റെ സമ്മതം വേണം എന്ന് പ്രത്യേകം പറയാൻ കാരണം സാമ്പത്തിക ബാധ്യതയുള്ളതിനാൽ. നിസ്കാരം പോലെയോ നോമ്പ് പോലെയോ അല്ല, സാമ്പത്തിക ബാധ്യത നിർവഹിക്കേണ്ടത് രക്ഷിതാവായതുകൊണ്ട് രക്ഷിതാവിന്റെ സമ്മതം അനിവാര്യമാണ്. വകതിരിവില്ലാത്ത പിഞ്ചു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി രക്ഷിതാവാണ് ഇഹ്റാം ചെയ്യേണ്ടത്. രക്ഷിതാവ് സ്വയം ഇഹ്റാമിലാണെങ്കിലും സ്വന്തം ഉംറ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അയാൾക്ക് ഈ പിഞ്ചു കുട്ടിക്ക് വേണ്ടി ഇഹ്റാം ചെയ്യാം. വളരെ വ്യക്തമായി കിതാബിൽ ഇക്കാര്യം പറയുന്നുണ്ട്. ഫഇല്ലം യകുൻ മുമയ്യിസൻ, കുട്ടിക്ക് വകതിരിവ് ഉണ്ടായിട്ടില്ലെങ്കിൽ അഹ്റമ അൻഹു വലിയുഹു, കുട്ടിയുടെ വലിയ അഥവാ രക്ഷിതാവാണ് കുട്ടിക്ക് വേണ്ടി ഇഹ്റാം ചെയ്യേണ്ടത്.
സവാഉൻ കാനൽ വലിയു ഹലാലൻ, ഈ വലിയ ഇഹ്റാം ചെയ്യാത്ത ആളാണെങ്കിലും ശരി, അയാൾ ഇഹ്റാമിലല്ല. ഔ മുഹ്രിമൻ, അല്ലെങ്കിൽ അയാൾ ഇഹ്റാമിലാണെങ്കിലും അയാൾക്ക് കുട്ടിക്ക് വേണ്ടി വേറെ ഇഹ്റാം ചെയ്യാം. വ സവാഉൻ കാന ഹജ്ജ അൻ നഫ്സിഹി അംല, അയാൾ സ്വന്തം ഹജ്ജ് നിർവഹിച്ചവനോ നിർവഹിക്കാത്തവനോ, അപ്പോൾ ഉംറയാണെങ്കിൽ ഉംറ ചെയ്തവനോ ചെയ്യാത്തവനോ ആണെങ്കിൽ പോലും അയാൾ ഉംറക്ക് ഇഹ്റാം ചെയ്യുന്നതോടൊപ്പം അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്ന അവസ്ഥയിൽ ഈ പിഞ്ചു കുട്ടിക്ക് വേണ്ടി അയാൾക്ക് ഇഹ്റാം ചെയ്യാം. വലാ യുസ്തർത്ത് ഹുദൂറു സബിയോ മുവാജഹതുഹു ബിൽ ഇഹ്റാമി അലൽ അസ്ഹി, ഇയാൾ ഇഹ്റാം ചെയ്യുന്ന സമയത്ത് അയാൾക്ക് മുമ്പിൽ കുട്ടി ഹാജരാകണമെന്ന നിബന്ധനയൊന്നുമില്ല, അയാൾക്ക് ഇഹ്റാം ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് ഇഹ്റാം ചെയ്യേണ്ടത്? ജഅൽതുഹു മുഹ്രിമ, ഞാൻ ഈ കുട്ടിയെ ഇഹ്റാം ചെയ്യിച്ചു, അല്ലെങ്കിൽ അഹ്റംതു അൻഹു, ഈ കുട്ടിക്ക് വേണ്ടി ഞാൻ ഇഹ്റാം ചെയ്തു എന്നാണ് അയാൾ ഇഹ്റാം ചെയ്യേണ്ടത്. അയാൾ തന്നെ ഇഹ്റാമിന്റെ നിയ്യത്തോടു കൂടി കുട്ടിയെ കുളിപ്പിക്കാം. കുളിപ്പിച്ചതിന് ശേഷം കുട്ടിക്ക് വേണ്ടി അയാൾ ഇഹ്റാം ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ഈ നിയ്യത്ത് അയാൾ ചെയ്താൽ രക്ഷിതാവിന്റെ ഇഹ്റാം ആകില്ല. അയാൾക്ക് ഇഹ്റാം ചെയ്യണമെങ്കിൽ അയാൾ വേറെ ഇഹ്റാം ചെയ്യണം. ഇത് അഹ്റംതു അൻഹു, കുട്ടിക്ക് വേണ്ടി ഞാൻ ഇഹ്റാം ചെയ്തു എന്ന് പറഞ്ഞാൽ വകതിരിവില്ലാത്ത കുട്ടിക്ക് വേണ്ടി മാത്രമുള്ള ഇഹ്റാമേ അതാകൂ. അയാൾക്ക് ഉംറ ചെയ്യണമെങ്കിൽ അയാൾ വേറെ ഇഹ്റാം ചെയ്യണം. നവൈത്തുൽ ഉംറത എന്ന് അയാൾ വേറെ ഇഹ്റാം ചെയ്യണം. ഇനി കുട്ടിക്ക് വേണ്ടി രക്ഷിതാവ് ഇഹ്റാം ചെയ്യണം അഥവാ വലിയ ഇഹ്റാം ചെയ്യണം എന്ന് പറഞ്ഞു. ആരാണ് വലിയ? ആരെങ്കിലും കയറി ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല. പിതാവാണ് കുട്ടിയുടെ വലിയ. പിതാവ് ഇല്ലെങ്കിൽ പിതാമഹൻ. അങ്ങനെയാണ് അതിന്റെ തർത്തീബ്. വ അമ്മൽ വലിയുല്ലദീ യഹ്റുമു അനി സ്വബിയ്യി, കുട്ടിക്ക് പകരമായി ഇഹ്റാം ചെയ്യേണ്ട വലിയ അഥവാ രക്ഷകർത്താവ് ആരാണ്? ഔ യഉദനു ലഹു, അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടി ഇഹ്റാം ചെയ്യാൻ മറ്റൊരാൾക്ക് സമ്മതം കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള വലിയ ആരാണ്? ഫൽ അബു, അത് പിതാവാണ്. യതവല്ലാ ദാലിക, ആ കാര്യം അയാൾ ഏറ്റെടുക്കേണ്ടതാണ്. അയാൾക്കാണ് അതിന്റെ വിലായത്തുള്ളത്. വഖദൽ ജദ്ദു, അയാളില്ലെങ്കിൽ ഇന്ദ അദമിൽ അബി, ബാപ്പ ഇല്ലാത്ത സാഹചര്യത്തിൽ അൽ ജദ്ദു, വല്യുപ്പയാണ് ആ കടമ നിർവഹിക്കേണ്ടത്. പിതൃവ്യൻ, സഹോദരൻ, മാതാവ് എന്നിവരിലേക്ക് ഈ കുട്ടിക്ക് അനുമതി നൽകാനുള്ള അവകാശമോ ഇഹ്റാം ചെയ്യാനുള്ള അധികാരമോ ലഭ്യമാകുന്നില്ല. എന്നാൽ രക്ഷിതാവായി കഴിഞ്ഞാൽ മറ്റാരുമില്ല, മാതാവ് മാത്രമേ ഉള്ളൂ. വസിയത്തുണ്ട്, അല്ലെങ്കിൽ അനുമതിയുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാതാവിന് കുട്ടിക്ക് വേണ്ടി ഇഹ്റാം ചെയ്യുകയും ചെയ്യാം. മറ്റൊരാൾക്ക് ആ ഇഹ്റാം ചെയ്യാൻ അനുമതി നൽകാനുള്ള അധികാരവും ഉണ്ടാകും. അവിടെ വലിയ ആകണം, അല്ലെങ്കിൽ അനുമതി വേണം. ആ രീതിയിൽ എന്തെങ്കിലും ഒരു അനുമതി ഉണ്ടെങ്കിൽ, സമ്മതമുണ്ടെങ്കിൽ, സ്വാഭാവികമായും വലിയന്റെ അനുവാദത്തോടു കൂടി മാതാവിന് സമ്മതം കൊടുക്കാം, മാതാവിന് ഇഹ്റാം ചെയ്യാം. പിതാവ് അനുവാദം നൽകിയ ആൾ ആരാണെങ്കിലും ശരി, വസിയത്തുള്ളവർക്കും ആർക്കാണെങ്കിലും ശരി, അവർക്കത് ഇഹ്റാം ചെയ്യാവുന്നതാണ്. പിതാവ് ഒരാൾക്ക് സമ്മതം കൊടുത്തു, അയാൾക്ക് ആ കുട്ടിക്ക് വേണ്ടി ഇഹ്റാം ചെയ്യാൻ കഴിയും. ചെയ്യാൻ കഴിയുന്ന ഏത് പ്രവർത്തനമാണെങ്കിലും ഈ ഉംറയുടെ ഭാഗമായുള്ള പ്രവർത്തനം കുട്ടിയെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. അത് കുട്ടിക്ക് അറിയാത്തതാണെങ്കിൽ, അവൻ ചെയ്യാൻ പറ്റിയ ഒരു പാകത്തിലാണെങ്കിൽ അവനെ അത് പഠിപ്പിച്ച് നമ്മൾ ചെയ്യിക്കണം. തവാഫ് കുട്ടിക്ക് ചെയ്യാൻ ഏകദേശം കഴിയും, എന്നാൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞു കൊടുത്ത് കുട്ടിയെ കൊണ്ട് ചെയ്യിക്കണം. ഇല്ലെങ്കിൽ കുട്ടിയെ വഹിച്ചുകൊണ്ട് രക്ഷിതാവ് തവാഫ് ചെയ്യണം. അപ്പോൾ നിയ്യത്തോടു കൂടി ഈ കുട്ടിയെ വഹിച്ചുകൊണ്ട് തവാഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. രക്ഷിതാവിന് വുളൂ വേണം, കുട്ടിക്കും വുളൂ വേണം. അതോടൊപ്പം തന്നെ ശുദ്ധി, നേരത്തെ പറഞ്ഞ നജസിൽ നിന്ന് മുക്തമായ അവസ്ഥ, എല്ലാം രണ്ടുപേർക്കും വേണം. ഇനി അയാൾക്ക് സാധ്യമല്ലെങ്കിൽ മറ്റൊരാളെ ആ കാര്യം ഏൽപ്പിക്കാവുന്നതാണ്. വകതിരിവില്ലാത്ത കുട്ടിയാണെങ്കിൽ രക്ഷിതാവ് നിയ്യത്ത് ചെയ്ത് കുട്ടിക്ക് വുളൂ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചുമക്കുന്നയാള് സ്വന്തം തവാഫ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ സ്വന്തം തവാഫ് വേറിട്ട് ചെയ്തുകൊണ്ടാണ് ഈ കുട്ടിയെ വഹിച്ചുകൊണ്ട് തവാഫ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, തവാഫിന്റെ ഭാഗം വിശദീകരിച്ചെടുത്ത് കിതാബുകളിലൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്, ഒരാൾ മറ്റൊരാളെ ചുമന്നുകൊണ്ട് തവാഫ് ചെയ്താൽ രണ്ടു പേർക്കും കൂടി ഒരിക്കലും തവാഫ് ലഭ്യമല്ല. അവിടെ ഒരാൾക്ക് മാത്രമേ തവാഫ് ലഭിക്കൂ. സ്വയം നിയ്യത്ത് ചെയ്തു, അഥവാ എനിക്ക് വേണ്ടി എന്ന് നിയ്യത്ത് ചെയ്തു. ചുമക്കുന്നയാള്, ഒരു രക്ഷിതാവ് കുഞ്ഞിനെ ചുമക്കുന്നു, അയാൾ എനിക്ക് വേണ്ടി ഞാൻ തവാഫ് ചെയ്യുന്നു നിയ്യത്ത് ചെയ്തു, അല്ലെങ്കിൽ നിയ്യത്ത് ഒന്നും ചെയ്തില്ല, അല്ലെങ്കിൽ എനിക്കും കുട്ടിക്കും വേണ്ടി ഞാൻ തവാഫ് ചെയ്യുന്നു എന്ന് കരുതി. ഈ മൂന്ന് രീതിയിലും രക്ഷിതാവിന് മാത്രമേ തവാഫ് കിട്ടൂ. കുട്ടിക്ക് തവാഫ് കിട്ടണമെങ്കിൽ കുട്ടിക്ക് വേണ്ടി ഞാൻ തവാഫ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുട്ടിയെ ഞാൻ തവാഫ് ചെയ്യിക്കുന്നു എന്ന രീതിയിൽ നിയ്യത്ത് ചെയ്യുമ്പോൾ മാത്രമാണ് ആ കുട്ടിയുടെ തവാഫായി ലഭ്യമാകുന്നത്. രണ്ടു പേർക്കും ഒരിക്കലും ലഭ്യമാകില്ല. അപ്പോൾ കുട്ടിയെ വഹിച്ചുകൊണ്ട് ഒരു തവാഫ് ചെയ്ത് അയാൾക്ക് തവാഫ് അയാൾ വേറെ ചെയ്തിരിക്കണം. വകതിരിവില്ലാത്ത കുട്ടിയെ ചുമക്കല്, ഉന്തല് എന്നിവ രക്ഷിതാവ് തന്നെയാണ് നിർവഹിക്കേണ്ടത്. അതേ സമയത്ത് അയാളുടെ സമ്മതത്തോടു കൂടി മറ്റൊരാൾക്ക് അത് ചെയ്യാവുന്നതാണ്. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, ഉന്തുവണ്ടിയിൽ നമ്മൾ ഉന്തുകയാണെങ്കിൽ രണ്ടു പേർക്കും തവാഫ് ലഭിക്കും. ഉന്തുവണ്ടിയിൽ ഉന്തുമ്പോൾ ഞാൻ ഉന്തുവണ്ടി ഉന്തുകയാണ് എന്ന് നിയ്യത്ത് ചെയ്താൽ ഒരിക്കലും ഈ ഉന്തുന്നയാൾക്ക് തവാഫ് കിട്ടുന്നില്ല. ഈ കുട്ടിയെ ഞാൻ ഉന്തുവണ്ടി തവാഫ് ചെയ്യിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ, അതേ സമയത്ത് അയാളുടെ തവാഫ് കരുതി, കുഞ്ഞിനെ തവാഫ് ചെയ്യിക്കുന്നു എന്ന് കരുതി, ആ രീതിയിൽ ഇയാൾക്ക് ഉന്തുവണ്ടിയാണെങ്കിൽ ഈ ചുമന്നുകൊണ്ട് തവാഫ് ചെയ്യുന്ന ഹുക്കുമല്ല ഉന്തുവണ്ടിയിൽ പോകുമ്പോൾ. ഉന്തുവണ്ടിയിൽ ഉന്തുകയാണെങ്കിൽ രണ്ടുപേർക്കും തവാഫ് ലഭിക്കും എന്നർത്ഥം. ഈ കാര്യം വേറിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് വേണം കുട്ടികളുടെ കർമ്മങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കാൻ. ഇതേ കാര്യം
അഥവാ ഈ തവാഫിൽ ചുമക്കുന്നവന്റെ ഹുക്കുമ്, ഉന്തുന്നവന്റെ ഹുക്കുമ്. ചുമക്കുമ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് തവാഫ് ലഭ്യമല്ല, ഉന്തുമ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് തവാഫ് ലഭ്യമാകുന്ന നിയ്യത്ത് ചെയ്യാവുന്നതാണ്. ഈ രീതി സഈനും ബാധകമാണ്. അതുപോലെ തന്നെ തവാഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വകതിരിവില്ലാത്ത കുട്ടിയാണെങ്കിൽ, കുട്ടിക്ക് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, വകതിരിവുള്ള കുട്ടിക്ക് നമസ്കരിക്കാം. വകതിരിവില്ലാത്ത കുട്ടിയാണെങ്കിൽ 2 റക്അത്ത് രക്ഷിതാവാണ് നിസ്കരിക്കേണ്ടത്. കിതാബിൽ പറയുന്നു വയുസല്ലി അൻഹു വലിയുഹു റകഅത്തൈ തവാഫി ഇല്ലം യകുൻ മുമയ്യിസാ. കുട്ടിക്ക് വകതിരിവായിട്ടില്ലെങ്കിൽ 2 റക്അത്ത് തവാഫിന്റെ സുന്നത്ത് നിസ്കരിക്കേണ്ടത് വലിയാണ് അഥവാ രക്ഷിതാവാണ്. ഇനി ഹജ്ജിന്റെ കർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ സാന്ദർഭികമായി പറയുന്നു എന്ന് മാത്രം, അറഫ, മിന, മുസ്ദലിഫ പോലുള്ള കേന്ദ്രങ്ങളിൽ ഈ കുട്ടിയെ ഹാജരാക്കണം. അത് സാധ്യമാകുന്ന കാര്യമാണ്. ജംറകളിൽ എറിയുമ്പോൾ കുട്ടിയെ അവിടെ എത്തിക്കണം. കുട്ടിക്ക് എറിയാൻ കഴിയുമെങ്കിൽ കുട്ടിയുടെ കയ്യിൽ കല്ല് കൊടുത്ത് എറിയുക, അല്ലെങ്കിലോ കുട്ടിയുടെ കയ്യിൽ കല്ല് കൊടുത്ത് നമ്മൾ വാങ്ങി നമ്മൾ എറിയുക, എറിയാൻ കഴിയാത്ത കുട്ടിയാണെങ്കിൽ. ആ രീതിയിൽ ചെയ്യുന്നതാണ് ഉത്തമം എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു. വകതിരിവുള്ള കുട്ടിയാണെങ്കിൽ ആ വകതിരിവുള്ള കുട്ടി ഇഹ്റാമിൽ ഹറാമായ എന്തെങ്കിലും കാര്യം ചെയ്തു, അല്ലെങ്കിൽ ഒരു നിർബന്ധമായ കാര്യം ചെയ്തില്ല, അങ്ങനെ വന്നാൽ രക്ഷിതാവാണ് ഫിദിയ കൊടുക്കേണ്ടത്. വകതിരിവുള്ള കുട്ടിക്ക് വീഴ്ച വന്നാൽ രക്ഷിതാവാണ് ഫിദിയ കൊടുക്കേണ്ടത്. വകതിരിവില്ലാത്ത കുട്ടി എന്ത് ചെയ്താലും ഫിദിയയില്ല. വകതിരിവില്ലാത്തൊരു കുട്ടി എന്ത് ചെയ്താലും അവന്റെ കയ്യിൽ എന്ത് സംഭവിച്ചു പോയാലും ആരും ഫിദിയ കൊടുക്കേണ്ടതില്ല. വകതിരിവുള്ള കുട്ടിയിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ രക്ഷിതാവ് ഫിദിയ കൊടുക്കണം. ഇനി ഒരാൾ പ്രായപൂർത്തിക്ക് മുമ്പ് ഇതുപോലൊരു കുട്ടി ഹജ്ജ് ചെയ്തു, അങ്ങനെ വന്നാൽ അവന് പ്രായപൂർത്തി ആയി കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിന്റെ നിർബന്ധം ഒഴിവാകില്ല. കാരണം അത് പ്രായപൂർത്തിക്ക് മുമ്പ് ചെയ്ത ഹജ്ജ് ഹജ്ജത്തുൽ ഇസ്ലാം അഥവാ ഇസ്ലാമിൽ നിർബന്ധമുള്ള ഹജ്ജായി പരിഗണിക്കില്ല. പ്രായം തികഞ്ഞാൽ കഴിവുണ്ടെങ്കിൽ അവൻ വീണ്ടും ഹജ്ജ് ചെയ്യേണ്ടതാണ്. ഇതാണ് കുട്ടികളുടെ ഉംറയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കുട്ടികളുടെ ഉംറയിൽ ഈ കാര്യം നിങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഹജ്ജാണെങ്കിലും ഇപ്രകാരം തന്നെ എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ നാം ഉംറ ചെയ്തു കഴിഞ്ഞു, കുട്ടികളെ കൊണ്ട് ഉംറ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ നാം മക്കയിൽ താമസിക്കുക. മക്കയുടെ അദബുകൾ കാത്തു സൂക്ഷിക്കുക. അദബുകളൊന്നും സംഭവിക്കരുത്, കാരണം ഹറമിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതയോടെ ഹറമിൽ താമസിക്കുന്ന സമയത്ത് സിയാറത്ത് കേന്ദ്രങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒന്ന് ജന്നത്തുൽ മുഅല്ല, പരിശുദ്ധ മക്കയിലെ പൂർവിക ഖബർസ്ഥാൻ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെയാണ്. ബാഫഖി തങ്ങൾ അതുപോലെ മഹത്തുക്കളൊക്കെ അവിടെയാണ് കിടക്കുന്നത്. അതുപോലെ മസ്ജിദുൽ ജിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സ്ഥലം ഇന്നൊരു ലൈബ്രറിയാണ്. ആ ലൈബ്രറി സന്ദർശിക്കാം. ഹിറാ ഗുഹ അഥവാ ജബലുൻ നൂർ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഖുർആൻ ആദ്യമായി ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി ഓതിക്കൊടുത്ത ഈ സ്ഥലം അറഫ വഴിക്ക് 4 കിലോമീറ്ററേ ഉള്ളൂ അങ്ങോട്ട്, നമുക്ക് കാണാം. അതുപോലെ നബി തങ്ങളും സിദ്ദീഖ് തങ്ങളും ഹിജ്റ പോകുമ്പോൾ ഒളിച്ചിരുന്ന സൗർ പർവ്വതത്തിലെ ഗുഹ, അപ്രകാരം തന്നെ മീന, നോക്കൂ അറഫ, ഇവിടെയൊക്കെ ഹജ്ജിന്റെ വേളയിൽ നമുക്ക് ചെല്ലാൻ കഴിയും. അതുപോലെ മുസ്ദലിഫ, അതുപോലെ മസ്ജിദ് മിനയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് മസ്ജിദുൽ ഖൈഫ്. അതുപോലെ തന്നെ അറഫയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള മസ്ജിദ് ഇബ്രാഹിം എന്ന് പറയുന്ന നമിറപ്പള്ളി, അപ്രകാരം തന്നെ മസ്ജിദ് ആയിഷ തൻഈമിലെ, അതുപോലെ തന്നെ ജഅറാന, അപ്രകാരം തന്നെ ഹുദൈബിയ, അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മഖബറ സ്ഥിതി ചെയ്യുന്ന മഅബ്ദയിലെ മഖബറ, അപ്രകാരം തന്നെ നവരിയ എന്ന സ്ഥലത്ത് മദീന റൂട്ടിലുള്ള മൈമൂന ബീവി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ ഭാര്യയായ മൈമൂന ബീവിയുടെ ഖബർ, ഇതൊക്കെ നമ്മൾ കാണുക. ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ നമുക്ക് ക്ലാസ്സിൽ ഇനി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. എല്ലാം കഴിഞ്ഞ് ഉംറകൾ വർദ്ധിപ്പിച്ച് പുണ്യകർമ്മങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മളിതാ ഇനി മദീനയെ ലക്ഷ്യമാക്കി പോവുകയാണ്. മദീനയിലേക്ക് പോകുമ്പോൾ, ഹറം വിട്ടു പോകുമ്പോൾ എപ്പോഴാണെങ്കിലും ശരി, 2 മർഹലക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ നിർബന്ധമാണ് വളരെ സൂക്ഷിച്ച് നമ്മൾ വദാഇന്റെ തവാഫ് ചെയ്യുക. വദാഇന്റെ തവാഫ് എന്നാൽ സാധാരണ തവാഫ് പോലെ തന്നെ പരിശുദ്ധ കഅബത്തെ സമീപിച്ച് ഹജർ അസ്വദിന്റെ അടുത്ത് നിന്ന് ഞാൻ വദാഇന്റെ തവാഫ് ചെയ്യുന്നു. വദാഇന്റെ തവാഫ് 7 തവണ പൂർത്തിയാക്കി 2 റക്അത്ത് നമസ്കരിക്കുക. എന്നിട്ട് മുൽത്തസമിൽ ചെന്ന് പ്രത്യേകമായി ദുആ ചെയ്യുക. ഈ തവാഫ് ആർത്തവമുള്ള സമയത്താണെങ്കിൽ സ്ത്രീകൾ ചെയ്യേണ്ടതില്ല. അവർ ഈ സമയത്ത് കഅബയുടെ മസ്ജിദുൽ ഹറാമിന്റെ പുറത്തു നിന്നുകൊണ്ട് കഅബയെ നോക്കി പ്രാർത്ഥിച്ചു പോയാൽ മതി. നാട്ടിൽ നിന്ന് ഇഹ്റാം ചെയ്ത് വിമാനത്തിൽ പോരുന്ന സ്ത്രീക്ക് ആർത്തവമുണ്ടായാൽ അവൾ മക്കയിലെ റൂമിൽ വന്ന് വിശ്രമിക്കുക. ശുദ്ധിയായ ശേഷം പോയി തവാഫും സഅയും നിർവഹിച്ച് മുടിമുടിക്കുക. അതുവരെ ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങൾ സൂക്ഷിച്ചാൽ മതി. അക്കാര്യം പ്രത്യേകം ഓർക്കണം. ഇനി നാം മദീനയിലേക്കാണ്. പരിശുദ്ധ മദീനയെക്കുറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞു, മൻ ജാഅനി സായിറൻ ലാ തഹ്മിലുഹു ഹാജതൻ ഇല്ലാ സിയാറതി കാന ഹഖൻ അലയ്യ അൻ നകൂന ലഹു ഷഫീഅൻ യൗമൽ ഖിയാമ. എന്നെ കാണുക എന്ന ഉദ്ദേശത്തോടെ ആരെങ്കിലും മദീനയിൽ വന്നുകൊണ്ട് എന്നെ സന്ദർശിച്ചാൽ നിശ്ചയം നാളെ ഞാൻ അവന് ശഫാഅത്ത് ചെയ്യുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തോടു കൂടി യാത്ര പോവുക. മദീനത്ത് എത്തിക്കഴിഞ്ഞാൽ കുളിച്ച് സുഗന്ധം പൂശി നല്ല വസ്ത്രം ധരിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മസ്ജിദായ മസ്ജിദ് നബവിയിൽ ചെന്ന് റൗളയെ ലക്ഷ്യമാക്കി പോവുക. മാബൈന ഖബരി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അവിടെ പ്രത്യേക പടം വിരിച്ച് തൂണുകൾക്ക് പ്രത്യേക കളർ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ സ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ 2 റക്അത്ത് നമസ്കരിച്ചാൽ സ്വർഗ്ഗത്തിൽ നമസ്കരിക്കുന്നതിന് തുല്യമാണ്. റൗളത്തും മിൻ റിയാദിൽ ജന്ന. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ. 2 റക്അത്ത് നിസ്കരിച്ച് നബി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോവുക. സിയാറത്തിന് വേണ്ടി സാധാരണ ആളുകൾ പോകുന്ന ആ ഭാഗത്ത് ചെന്ന്
അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ റൗദക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് ആദ്യം കാണുന്ന ദ്വാരത്തിലൂടെ നബി തങ്ങൾക്ക് സലാം പറയുക. നബി തങ്ങൾക്ക് സലാം പറയേണ്ട രൂപം മനാസികളുടെ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ചുരുങ്ങിയ രൂപം. ആ ദീർഘമായ സലാം സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന സലാം പൂർണ്ണമായി ചൊല്ലുന്നത് സൗകര്യപ്പെട്ടാൽ ഏറ്റവും നല്ലതാണ്. പിന്നീട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് സലാം പറയുക, പിന്നീട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് സലാം പറയുക. ഒക്കെ ഓരോ അടി മാറി നിന്ന് അവിടെ പ്രത്യേകം ദ്വാരം കാണും, അതിലൂടെ സലാം പറയുക. ആ സലാം പറഞ്ഞ് അവിടെ വെച്ച് പ്രത്യേകം ദുആ ചെയ്യുക. ആരെങ്കിലും നമ്മളോട് പ്രത്യേകം സലാം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പക്ഷേ റൗദയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കിതാബുകളിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ മനസാന്നിധ്യത്തോടു കൂടി ഫാരിഅൽ ഖൽബി മിൻ അലായിക ദുനിയ മുസ്തഖ്ദിറൻ ഫീ ഖൽബിഹി ജലാലത മൗഖിഫിഹി വമൻസിലത മൻ ഹുവ ബിഹദറതിഹി. എവിടെയാണ് നിൽക്കുന്നത് എന്ന ആ ബോധത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നബി തങ്ങളുടെ മുമ്പിലാണ് നിൽക്കുന്നത്. തുമ്മ യുസല്ലിമു വലാ യർഫഉ സൗതഹു, പിന്നെ സലാം പറയുക, ശബ്ദം ഉയർത്തരുത്. എവിടെ നിൽക്കുന്നു, എന്താണ് പറഞ്ഞത്? വമൻസിലത മൻ ഹുവ ബിഹദറതിഹി, ആരുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന ബോധം നമുക്ക് ആ സന്ദർഭത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ സിയാറത്ത് കഴിഞ്ഞിറങ്ങി. ഇനി നമുക്ക് മദീനയിൽ ഒരുപാട് പുണ്യസ്ഥലങ്ങളുണ്ട്. ജന്നത്തുൽ ബഖീ, ആ പരിശുദ്ധ മസ്ജിദുൽ ഹറാമിന്റെ തെക്ക് കിഴക്ക് ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന വിശാലമായ കെട്ട് നിങ്ങൾക്ക് കാണാമല്ലോ. ആ വിശാലമായ കെട്ടിൽ 10,000-കണക്കിന് സ്വഹാബത്തുണ്ട്. അവിടെയുള്ളവർ ആരൊക്കെയാണെന്ന് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. നബി തങ്ങളുടെ ഭാര്യമാർ, നബി തങ്ങളുടെ ഇബ്രാഹിം എന്ന കുട്ടി, ഹലീമത്ത് സഅദിയ, അതുപോലെ നബി തങ്ങളുടെ അമ്മായിമാർ, ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ സന്ദർശിച്ച് സലാം പറയുക. 5 കിലോമീറ്റർ ദൂരെ ചെന്നാൽ ഉഹദ് കാണാം. ഉഹദിൽ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മഖ്ബറ, അബ്ദുല്ലാഹി ഇബ്നു ജഅ്ശ് തങ്ങൾ, മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങൾ, ഷമ്മാസ് ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, ഇവരൊക്കെ അവിടെയാണ്. അവരൊക്കെ സന്ദർശിക്കുക. അതുപോലെ നബി തങ്ങൾ ആദ്യമായി മദീനത്ത് വന്നപ്പോൾ നിർമ്മിച്ച ഖുബാ പള്ളി, മസ്ജിദുൽ ഖുബാ, ആ ഖുബാ പള്ളി, അവിടെ ശനിയാഴ്ച പോയി ഒരു സിയാറത്ത് നടത്തിയാൽ, അവിടെ 2 റക്അത്ത് നമസ്കരിച്ചാൽ, ആ പള്ളിയിൽ ശനിയാഴ്ച 2 റക്അത്ത് നിസ്കരിച്ചവന് ഉംറ ചെയ്ത കൂലിയുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഒരു യാത്ര കൊണ്ട് നമുക്ക് എത്ര പുണ്യമാണ് ലഭ്യമാകുന്നത്. എത്ര പണം ചെലവാക്കിയാൽ എന്താ, നമ്മൾ പോയാൽ അത് നാളേക്കൊരു മുതൽക്കൂട്ടായിരിക്കും. അതുപോലെ മസ്ജിദുൽ ഇജാബ എന്ന് പറയുന്ന പള്ളി, അതിന്റെ ചരിത്രം വിശദീകരിക്കാൻ സമയമില്ല. അതുപോലെ മസ്ജിദുൽ ഖിബ്ലത്തൈൻ, അതുപോലെ ഹന്ദക്ക്, അതുപോലെ മസ്ജിദുൽ ഖമാമ, അതുപോലെ ഒരുപാട് സ്വഹാബത്തിന്റെ പേരിൽ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ മസ്ജിദ് ഉമർ, മസ്ജിദ് അബൂബക്കർ, മസ്ജിദ് അലി, മസ്ജിദുൽ ജുമുഅ, മസ്ജിദ് അബൂദർ അൽ ഗിഫാരി, അതുപോലെ ഒരുപാട് പുണ്യ സ്ഥലങ്ങൾ. അതുപോലെ ബദറും വേണമെങ്കിൽ നമുക്ക് സന്ദർശിക്കാൻ സൗകര്യപ്പെട്ടാൽ പോകാൻ കഴിയും. അങ്ങനെ മക്കയിൽ അതുപോലെ മദീനയിൽ ഈ പുണ്യപ്പെട്ട സ്ഥലങ്ങളൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്ക് സന്ദർശിക്കാം. അത് കഴിഞ്ഞ് മദീനയിൽ നിന്ന് അല്പം കാരക്കയും മക്കയിൽ നിന്ന് സംസവും കൊണ്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ് നാട്ടിലേക്ക്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിനോ അല്ലെങ്കിൽ ഉംറക്കോ ഇഹ്റാം ചെയ്തുകൊണ്ട്, നമ്മളിപ്പോൾ ഉംറക്ക് പോകുന്നവരാ, ഇഹ്റാം ചെയ്ത് നിയമപരമായ കാരണവശാൽ നമുക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് പോലീസ് പിടിച്ച് തിരിച്ചയച്ചു എന്ന് വരും. അങ്ങനെ വന്നാൽ തടയപ്പെട്ട സ്ഥലത്ത് വെച്ച് തഹല്ലുലിന്റെ നിയ്യത്തോടു കൂടി ഒരാടിനെ അറുത്തിട്ട് തഹല്ലുലിന്റെ നിയ്യത്തോടു കൂടി മുടി നീക്കിയാൽ അവൻ തഹല്ലുലായി. ഇനി തടയപ്പെട്ട സ്ഥലത്ത് വെച്ചാണ് അറുക്കേണ്ടത്. അവിടെ മാർക്കറ്റ് വിലക്ക് ധാന്യം വിതരണം ചെയ്താലും മതി. ഒരാടിനെ അറുക്കാൻ നമുക്ക് ആടിനെ ആ സമയത്ത് കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഒരാടിന്റെ മാർക്കറ്റ് വില കണക്കാക്കി ധാന്യം വാങ്ങിയിട്ട് ആ ധാന്യം വിതരണം ചെയ്യുക. അങ്ങനെ നമുക്ക് ധാന്യം വിതരണം ചെയ്യാൻ കഴിയില്ലെങ്കിൽ എത്ര ധാന്യം കിട്ടുമെന്ന് നോക്കി അതിന്റെ അളവ് മുദ്ദാക്കി ഒരു മുദ്ദിന് ഒരു നോമ്പ് എന്ന രീതിയിൽ സൗകര്യപ്പെടുന്ന രീതിയിൽ നോമ്പ് നോറ്റ് വീട്ടുക. ഇതാണ് തടയപ്പെട്ടവന്റെ ആ അവസ്ഥയിൽ നാം അവിടുന്ന് തഹല്ലുലാകാനുള്ള മാർഗം. ഇനി ഖളാ വീട്ടൽ നിർബന്ധമില്ല. അങ്ങനെ ഒരാൾ പുറപ്പെട്ട് തടയപ്പെട്ടു എന്ന് കരുതി അത് ഖളാ ആയി അത് ഉടനെ വീട്ടിക്കൊള്ളണമെന്നില്ല. നിർബന്ധ ബാധ്യതയായി അവൻ ഹജ്ജോ ഉംറയോ ചെയ്തിട്ടില്ലെങ്കിൽ അത് അവന്റെ ബാധ്യതയിൽ അവസാനിക്കുമെന്ന് മാത്രം. ഇനി രോഗമുണ്ടായാൽ ഞാൻ തഹല്ലുലാകും എന്ന നെയ്യത്തോടു കൂടി ഒരാൾ ഇഹ്റാം ചെയ്താലോ, അങ്ങനെ തടയപ്പെട്ടാൽ അവൻ നിയ്യത്തിന്റെ മുമ്പ് തന്നെ അങ്ങനെ കരുതിയിട്ടുള്ളത് കൊണ്ട്, ആ നിയ്യത്തോടു കൂടി അവൻ വന്നിട്ടുള്ളത് കൊണ്ട് അവൻ തഹല്ലുലായി. അതുപോലെ തന്നെ ഞാൻ എന്നെ തടയപ്പെട്ടാൽ തഹല്ലുലാകും എന്ന് നേരത്തെ നിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിലോ അവനെ സംബന്ധിച്ചോളം തഹല്ലുലാകാവുന്നതേ ഉള്ളൂ. അങ്ങനെ നാം എല്ലാ കർമ്മങ്ങളും പരിശുദ്ധ മക്കയിലും മദീനയിലും പൂർത്തിയാക്കി. ഇനി മദീനയിൽ നിന്ന് മടങ്ങുമ്പോൾ ഒരു അദബുണ്ട്. ഇതാ അറാദ സഫറ മിനൽ മദീന, മദീനയിൽ നിന്ന് തിരിച്ചു യാത്ര ചെയ്യാൻ ആരംഭിച്ചാൽ, ഉദ്ദേശിച്ചാൽ, വതനിഹി, നാട്ടിലേക്ക് പോകാൻ അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഔ ഐരിഹി, അല്ലെങ്കിൽ മക്കയിലേക്കോ മറ്റെവിടേക്കെങ്കിലുമോ റിയാദിലേക്കോ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ജോലി സ്ഥലത്തേക്കോ പോകാൻ മദീനയിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങളെ സിയാറത്ത് ചെയ്തുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചാൽ, ഉസ്തുഹിബ്ബ അൻ യുവദ്ദിഅൽ മസ്ജിദ ബിറകഅതൈനി, 2 റകഅത്ത് വദാഇന്റെ സുന്നത്ത് അവിടെ പോയി നിസ്കരിക്കണം. വയദഉ ബിമാ അഹബ്ബ വയഅതിൽ ഖബർ, അവൻ ഇഷ്ടപ്പെട്ട ദുആകളൊക്കെ ചെയ്യുക. അങ്ങനെ റസൂലുള്ളാഹിന്റെ റൗദന്റെ അടുത്തേക്ക് പിന്നെയും വരിക. അങ്ങനെ അവൻ പ്രത്യേകം ദുആ ചെയ്യണം. അത് മക്കയിൽ നിന്നാണെങ്കിലും ശരി മദീനയിൽ നിന്നാണെങ്കിലും പ്രത്യേകം ദുആ ചെയ്യണം. മക്കയിൽ ഹറമിലേക്ക് നമ്മൾ ചെന്നിട്ട് മുൽത്തസമിൽ നമ്മുടെ കവിളൊട്ടിച്ചിട്ട് പടച്ചവനോട് പറയാം, പടച്ചവനെ അല്ലാഹുമ്മ ലാ തജ്അൽ ഹാദാ ആഖിറൽ അഹദി ബിഹറമിക. മദീനയിലാണെങ്കിലോ അല്ലാഹുമ്മ ലാ തജ്അൽ ഹാദാ ആഖിറൽ അഹദി ബിഹറമി റസൂലിക, പടച്ചവനെ നിന്റെ റസൂലിന്റെ ഹറമിൽ
ഹബീബിന്റെ ഹറമിൽ എൻ്റെ ഈ വരവ് അവസാനത്തേതാക്കല്ല തമ്പുരാനെ. വയസ്സിർലിയൽ ഔദ ഇലൽ ഹറമൈനി സബീലൻ സഹല. പടച്ചവനെ വീണ്ടും ഇങ്ങോട്ട് വേഗത്തിൽ വരാൻ എനിക്ക് നീ തൗഫീക്ക് നൽകണം തമ്പുരാനെ. വർസുഖ്നിൽ അഫ്വ വൽ ആഫിയത ഫി ദുനിയ വൽ ആഖിറ. പടച്ചവനെ എനിക്ക് നീ പുറത്തു തരണം, എനിക്ക് നീ ആഫിയത്ത് അഥവാ ആരോഗ്യം നൽകണം, ദുനിയാവിലും ആഖിറത്തിലും എന്നെ നീ സൗകര്യപ്പെടുത്തണം റബ്ബേ. വറുദ്ദനാ സാലിമീന വനിമീൻ. റബ്ബേ എൻ്റെ നാട്ടിലേക്ക് നീ എന്നെ വളരെയധികം സുരക്ഷിതനായി ഹജ്ജിന്റെയോ ഉംറയുടെയോ ഒക്കെ പ്രതിഫലം നേടിയവനായി ഈ സിയാറത്തിന്റെ പുണ്യം ലഭ്യമായവനായി എന്നെ നീ എൻ്റെ നാട്ടിലേക്ക് മടക്കണേ തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് മദീനയിൽ നിന്ന് യാത്ര തിരിക്കുക. വീണ്ടും നമ്മൾ മക്കയിലേക്ക് വരും, അല്ലെങ്കിൽ നാട്ടിലേക്ക് പോരും. മക്കയിലേക്കാണ് വീണ്ടും വന്നതെങ്കിൽ പോരുന്ന സമയത്ത് നമുക്ക് ദുൽഹുലൈഫയിൽ വെച്ച് ഇഹ്റാം ചെയ്ത് മക്കയിൽ വന്ന് ഉംറ ചെയ്യാം. എന്നിട്ട് മക്കയിൽ നിന്ന് നാട്ടിലേക്ക് പോരാൻ വേണ്ടി ജിദ്ദയിലേക്ക് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഒരു വദാഇന്റെ തവാഫ് കൂടി വീണ്ടും നമ്മൾ ചെയ്യണം. അങ്ങനെ വദാ ചെയ്തുകൊണ്ട് ആ മണ്ണിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ ഭവനത്തിലേക്ക് പുണ്യം നേടിക്കൊണ്ട് കടന്നു വരികയാണ്. നമ്മൾ ദോഷിയായി പോയിട്ടുണ്ടെങ്കിൽ നല്ല ദോഷമുക്തനായ ഉത്തമ മുഅ്മിനായി തിരിച്ചു വരാൻ നമുക്ക് കഴിയും. നാളെ പരലോകത്തേക്ക് പടച്ചറബ് നമ്മളെ കൊണ്ടുപോകുന്ന മരണവേളയിൽ ഈമാൻ കിട്ടാനുള്ള ഒരു പ്രവർത്തനമായി പടച്ചറബ് നമ്മുടെ ഉംറയെ കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കുന്ന സമയത്ത് മലക്കുകൾ എങ്ങനെയാണ് മരിപ്പിക്കുക എന്നറിയുമോ? അള്ളാഹുവിന്റെ മലക്കുകൾ വന്നുകൊണ്ട് റൂഹ് പിടിക്കുന്ന സമയത്ത് എതിരിപൂന ഉജൂഹവും അദ്ബാറഹും അടിച്ചിട്ട് റൂഹ് പിടിക്കുന്ന സന്ദർഭമുണ്ട്, വേദനിപ്പിച്ചുകൊണ്ട് റൂഹ് കൊണ്ടുപോകുന്ന സന്ദർഭമുണ്ട്. അതേ സമയത്തോ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകണേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലദീന തതവഫാഹുമുൽ മലായികത്തു ത്വയ്യിബീൻ യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗം കണ്ടു മരിപ്പിക്കുന്ന നല്ലവരായ മനുഷ്യരുണ്ട്. സ്വർഗം കണ്ടു മരിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതിന് ഉപകരിക്കുന്ന രീതിയിൽ പാപക്കറകൾ കഴുകിക്കളഞ്ഞ് ശുദ്ധനായി മടങ്ങാൻ പറ്റുന്ന ഒരു നല്ല ഉംറയായി പടച്ചറബ് നമ്മുടെ ഈ ഉംറയെ കബൂലാക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.